+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, Kerala's #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹലോ, അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലേക്ക് വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പുതിയ സെഷനായിട്ട് Prepwise നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. ടാർഗറ്റ് CUET 2023. എന്താണ് ഈ ടാർഗറ്റ് CUET 2023 എന്ന് പറയുന്നത്? നമ്മളെ CUET കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് നടന്നു. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ഒരു വ്യക്തമല്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ CUETയുടെ സ്ട്രക്ചറുകൾ എങ്ങനെയാണെന്ന്, കാര്യങ്ങൾ എന്തായിരുന്നു. ഈ CUET എന്താണെന്ന് അറിയാത്തവർക്കായിട്ട്, CUET ഇപ്പോൾ നമ്മുടെ ഡിഗ്രി കോഴ്സസിനായിട്ട് നാഷണൽ വൈഡ് ആയിട്ട് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതായത് നമുക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ഒക്കെ ഇപ്പൊ സ്ട്രീം ലൈൻ ചെയ്തിരിക്കുന്നത് CUET എക്സാംസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2022 ആദ്യമായിട്ട് CUET നടന്നു. അതിനു മുന്നേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രമായിട്ട് CUCET എന്ന് പറഞ്ഞൊരു എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പം ഈ 2022 മുതൽ അത് ബാക്കിയുള്ള കുറച്ചും കൂടി യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൂടി ചേർന്ന്, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ JNU അതുപോലത്തെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൂടി ചേർന്ന് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് CUET എന്ന ഫോർമാറ്റിലാണ് ഈ വർഷം മുതൽ നടന്നുകൊണ്ട് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ വർഷത്തെ എന്തായാലും കഴിഞ്ഞു. ഇനി അടുത്ത വർഷം 2023 അതായത് ഇപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് നമുക്ക് എന്താണ് CUET എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ടാർഗറ്റ് CUET 2023 എന്ന ഈ ഒരു സീരീസിൽ Prepwise നിങ്ങൾക്കായി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം CUET എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് CUETയിൽ പല ഡൊമൈൻസുകളുണ്ട്. കൊമേഴ്സ് ഡൊമൈനിലുള്ള ക്വസ്റ്റ്യൻസ് കോഴ്സസ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, അതേപോലെ തന്നെ സയൻസ് ഡൊമൈനിലുള്ള എക്സാംസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് സയൻസ് ഡൊമൈനിൽ തന്നെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഫിസിക്സിൽ കഴിഞ്ഞ വട്ടം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു, ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ഈ ഫസ്റ്റ് സെഷനിൽ ചെയ്തു തീർക്കാം. അതിനുശേഷം ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയ സെഷൻസുകളായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വരാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിച്ചേക്കാം. നമുക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് CUET പോലെയുള്ള എക്സാമുകളിലുള്ള ലൈവ് അപ്ഡേറ്റ്സ് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് Prepwise. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഇനി ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് പാസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കായിട്ടും അതേപോലെ തന്നെ CUET ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആ നിമിഷത്തിൽ തന്നെ അപ്ഡേറ്റ് അവിടെ ആര് പുറപ്പെടുവിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് 2023 എന്ന് പറഞ്ഞിട്ട് +2 സ്റ്റുഡൻസിനായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് CUET ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അതാത് സമയത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ +1 ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അവർക്കും CUET ടാർഗറ്റ് 2024 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം അതായത് 2022 ഫിസിക്സിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് CUETയിൽ 2022 നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് +2 സിലബസ് ആയിരുന്നു. +2 ബേസ്ഡ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസ് വന്നതൊക്കെ +2 പാഠഭാഗത്തു നിന്നായിരുന്നു. അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം, അതേപോലത്തെ ടോപ്പിക്സ്, ഓപ്റ്റിക്സ് പോലുള്ള ടോപ്പിക്സ് ആയിരുന്നു നമുക്ക് +2 പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദി സർഫസ് ഓഫ് എ കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 centimeter is 24 volt. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആദ്യം പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ടക്ടിങ് സ്ഫിയർ ആണ്, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്, പൊട്ടൻഷ്യൽ എത്ര തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 15 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ എത്ര ആയിരിക്കും നമ്മുടെ എന്ത് വോൾട്ട്, അല്ലെങ്കിൽ എത്ര ആയിരിക്കും പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 0 വോൾട്ട്, ഓപ്ഷൻ 2 16 വോൾട്ട്, ഓപ്ഷൻ 3 4.8 വോൾട്ട്, അതേപോലെ തന്നെ ഓപ്ഷൻ 4 24 വോൾട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ അറിയെങ്കിൽ പെട്ടെന്ന് കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്? നമ്മൾ +2 ഇപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും +2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് എന്ന് വിശ്വസിക്കുന്നു. അതോ ഇപ്പൊ +1 ആൾക്കാരെ കാണുന്നെങ്കിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ നമ്മുടെ NCET ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ തന്നെ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ ആണ്. അതിലുള്ള ഒരു ടോപ്പിക് ആണ് എന്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? V = KQ/R അല്ലേ? V = KQ/R. ഇതിലെ Q എന്താണ്? നമ്മുടെ ചാർജ് ആണ്. അതേപോലെ തന്നെ R. ഇത് നമ്മുടെ ഈ Q എന്ന് പറയുന്നത് നമുക്ക് എന്ത് നമ്മുടെ ഈ കണ്ടക്ടിങ് സ്ഫിയർ നമുക്കൊരു ചാർജ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, V1 നമുക്ക്, അതായത് ഈ 24 വോൾട്ടേജ് വരുന്നത് എത്രയാണ്, 24 വോൾട്ട് ആണ്. നമുക്ക് V2 അതായത് ഈ 15 സെന്റിമീറ്റർ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ നമുക്ക് V1 ന്റെ ഇക്വേഷൻ എഴുതിയാൽ KQ/R1 അല്ലേ? അതേപോലെ തന്നെ V2 = KQ/R2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും, അതായത് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? V1/V2 = R2/R1. നമുക്ക് R2 R1 എന്താന്ന് നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണത്? R2 15 സെന്റിമീറ്റർ ആണ്, അതേപോലെ തന്നെ R1 എത്രയാണ്, 10 സെന്റിമീറ്റർ ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V2 = 24 × 10 / 15. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? This is 2, this is 3 and 8. So the answer will be 16 volt. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി മീറ്ററിൽ ഒന്ന് നോക്കാം. നമുക്ക് 1 to 5 നമുക്ക് ഇതിന്റെ ഡിഫിക്കൽട്ടി നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് എന്തറിയണം, എത്ര ഡിഫിക്കൽട്ട് ആണോ ഈ ക്വസ്റ്റ്യൻ? ഒരിക്കലും അല്ല. നമുക്ക് ഒരു 2 കൊടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ ക്വസ്റ്റ്യന്. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കുക, മിസ്റ്റേക്സ് വരുത്താതെ നോക്കുക, കാൽക്കുലേഷൻ എറേഴ്സ് വരുത്താതെ നോക്കാം. നമുക്ക് ഓപ്ഷനിൽ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയതിനു ശേഷം ആൻസറിൽ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റി. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ചായിരുന്നു ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. 2 charges +4Q and -16Q are placed fixed on x-axis separated by a distance of 12 centimeter. The position where net force acting on third charge Q is 0 will be. Okay, അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. 12 centimeters towards left from 4Q, 4 centimeter towards right from 4Q, 12 centimeter towards right from -16Q and 4 centimeter towards left from 4Q. എന്താണ് ഇതിന്റെ ആൻസർ? നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോഴ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ മുകളിലേക്ക്, അതായത് ഈ +4Q എന്ന ചാർജും അതേപോലെ തന്നെ ഈ -16Q എന്ന് പറയുന്ന ഈ ചാർജും ഒരു ഡി ഡിസ്റ്റൻസ് അതായത് 12 സെന്റിമീറ്റർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു മൂന്നാമത്തെ ചാർജ് കൊണ്ടുവരികയാണെന്ന് അസ്യൂം ചെയ്യാം. അതായത് ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു മൂന്നാമത്തെ ചാർജ് Q കൊണ്ടുവരികയാണ്. എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ മൂന്നാമത്തെ ചാർജ് Q കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം, ഈ എക്സ് എത്ര ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് അതിന്റെ കണ്ടീഷൻ പറഞ്ഞത്? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് ഇസ് 0. ഓക്കെ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ Q ഇസ് 0. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് അറിയേണ്ടത്? ഒരു ഇക്വേഷൻ കൂടി അറിഞ്ഞാൽ മതി, നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു.
ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻ ഏതാണ്? എഫ് ഇസ് ഈക്വൽ ടു Q1 Q2 K Q1 Q2 by R square. Where R is the distance between those two particles, those two charges. ആ രണ്ട് ചാർജിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമുക്ക് ഈ 4Q കാരണം Qന് ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 4Q കാരണം Qന് ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ലെറ്റ് us call that as F1 will be equal to K into 4Q into Q divided by എത്രയാണ് 4Qയും Qയും തമ്മിലുള്ള ഡിസ്റ്റൻസ്? എത്രയാണത്? It's x square. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഈ -16Qയും Qയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം. F2 എത്രയായിരിക്കും? K into -16Q into Q divided by അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? x minus d അല്ലേ? x minus d whole square. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ എന്താ സംഭവിക്കുക? F1 ഈക്വൽ ടു F2. അതേപോലെ തന്നെ ഇതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ രണ്ടും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റും ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? F1 is equal to minus F2. ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? K into 4Q square divided by x square equal to K into 16Q square divided by x minus d whole square. നമുക്ക് ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോമൺ ആയിട്ട് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് F1ഉം F2ഉം. അപ്പൊ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാം. 4 into x minus d whole square is equal to 16x square അല്ലേ? നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into x minus d is equal to plus minus 4x. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പം x is equal to either -12 or x is equal to 36. രണ്ടും സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എത്ര എഴുതാൻ പറ്റും? 36 അല്ല, x is equal to 4. അപ്പൊ നമുക്ക് ഈ ഒരു എക്സിന്റെ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x is equal to 4. That is ഇതിന്റെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? x is 12 സെന്റിമീറ്റർ ലെഫ്റ്റ് ടു 4Q. അതായത് ഈ -12 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല രണ്ട് കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് ഈ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ 0 ചെയ്യുമ്പോൾ ഏത് കണ്ടീഷൻ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അറിയണം. അത് നമുക്കൊരു 1 to 5 റേറ്റ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു 3 ഒക്കെ കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The electrostatic force between two charges when placed at a certain distance is F. What will be the new force if distance between them is doubled? അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് രണ്ട് ചാർജ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണ്? F ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോഴ്സിന് എന്ത് ചേഞ്ച് ആണ് വരികയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. F is equal to KQQ by R square. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ റിലേഷൻ? F is directly proportional to 1 by R square. അതായത് നമ്മൾ ഇവിടെ എന്താണ് ആദ്യം F1 അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ഒരു സപ്പോസ് D ആയിരിക്കുമ്പോഴും 2D ആയിരിക്കുമ്പോഴുള്ള ചേഞ്ച് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? F divided by F dash, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട F dash will be equal to 2D whole square divided by D square. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 4 കിട്ടും. സോ F dash will be equal to F by 4. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു നമ്മുടെ റൈറ്റ് ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ, ദാറ്റ് ഈസ് F by 4. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നേരത്തെ സെയിം കോൺസെപ്റ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ ചെയ്തിരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ചാർജ് Q is placed at the center of a cube of side
A, the amount of electric flux passing through each phase will be. അതാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം ഇത് ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണ്. Q/ε0, Q/2ε0, Q/3ε0 ആൻഡ് Q/6 ε0. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർജ് Q എന്ന് പറഞ്ഞ ചാർജ് നമ്മളൊരു ക്യൂബിന്റെ സെന്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഫ്ലക്സ് പാസിംഗ് ത്രൂ ഈച്ച് ഫേസ്, അതായത് ഈ ക്യൂബിന്റെ ഒരു ഫേസ് കൂടി പാസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഗോസ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഗോസ് ലോ? ഗോസ് ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q/ε0. അതായത് ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? Q/ε0 നിന്ന് എഴുതാൻ പറ്റും. അതായത് നമ്മുടെ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, Q പറഞ്ഞ ചാർജ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പോകുന്ന ഫ്ലക്സ് നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? കുറെ എല്ലാ സൈഡിലും ഒരു സ്ഫെറിക്കൽ ആയിട്ട് എല്ലാ സൈഡിലേക്കും പോകുന്നുണ്ടാവും. അപ്പം അതിന്റെ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്? ഇറ്റ്സ് Q/ε0. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർജിനെ എടുത്തിട്ട് നമ്മള് ഒരു ക്യൂബിന്റെ നടുവിൽ കൊണ്ടുവച്ചു. ഒരു ക്യൂബിന്റെ നടുവിൽ നമ്മൾ ചാർജിനെ പ്ലേസ് ചെയ്തു. അപ്പം ഈ ടോട്ടൽ ഫ്ലക്സ് ഈ ഒരു ക്യൂബ് കൊണ്ട് നമ്മളെ ഈ ചാർജ് നമ്മളൊരു ക്യൂബ് കൊണ്ട് എൻക്ലോസ് ചെയ്ത് വെച്ചത്, ചുറ്റി വെച്ചതാണ്. അപ്പം അതിൽ നിന്ന് പോകുന്ന ടോട്ടൽ ഇത് എത്രയാണ്? Q/ε0 ആണ്. എത്ര ഫേസസ് ഉണ്ട് ഒരു ക്യൂബിന്? എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് അല്ലേ? അപ്പൊ ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. അപ്പം ടോട്ടൽ ഫ്ലക്സുകൾ 6 ഫേസിലൂടെയാണ് പോകുന്നത്. അപ്പം ഒരു ഫേസിലൂടെ എത്ര പോകും? നമ്മൾ ജസ്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്ത് നമുക്ക് എത്ര പോകും? Q/6 ε0. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4, ദാറ്റ് ഈസ് Q/6 ε0. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോൺസെപ്റ്റുകൾ എന്താണ്? ടോട്ടൽ ഫ്ലക്സ്, ഗോസ് ലോ ഉപയോഗിച്ചുള്ള ടോട്ടൽ ഫ്ലക്സ് എത്ര നമുക്ക് ചെയ്തു. അതുപോലെ തന്നെ ജസ്റ്റ് സിമ്പിൾ ലോജിക് കൂടി നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്കിതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കൊരു 3 കൊടുക്കാം നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഒരു കപ്പാസിറ്റൻസ് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അതായത് പല രീതിയിൽ കപ്പാസിറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസിന് നമ്മുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം നമ്മൾ ABCDE 5 നെറ്റ്വർക്കിന്റെ എന്ത് കണ്ടുപിടിക്കണം? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം, ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം അതിൻ്റെതായ ടൈം അത് എടുക്കും. അതല്ലാതെ വേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ അല്ല നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻ എ എടുക്കാം ആദ്യം. ഓപ്ഷൻ എ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ എക്സിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അതേ സെയിം പൊട്ടൻഷ്യൽ എവിടെയും പോകും, അത് ഇവിടെയും പോകും. അപ്പോൾ ഇവിടെയും നമുക്ക് എക്സിന്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വൈയുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് റീഡ്രോ ചെയ്യാം. ഇവിടെ എക്സ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു സാധനം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ വൈയിലുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെയും വൈന്റെ ഇടയ്ക്ക് ആദ്യം എന്തുണ്ട്? ഒരു കപ്പാസിറ്റർ ഉണ്ട്. അത് വരച്ചു. എക്സിന്റെ വൈയുടെ ഇടക്ക്, അതായത് ഈ ഒരു കപ്പാസിറ്റർ കഴിഞ്ഞു. ഇനി ഇതും എക്സിന്റെ വൈയുടെ ഇടക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഒരു കപ്പാസിറ്റർ കൂടി വരയ്ക്കാം. അപ്പം ഈ ഒരു കപ്പാസിറ്റർ കഴിഞ്ഞു. അപ്പം അടുത്തത് എക്സിന്റെ വൈയുടെ ഇടക്ക് മറ്റൊരു കപ്പാസിറ്റർ കൂടി ഉണ്ട്. അപ്പൊ എന്താണ് ഇത്? നമ്മൾ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇതൊരു 3 കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ എന്താണ് ഇക്വേഷൻ? എന്താണ്? പാരലൽ കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് C is equal to sigma CI. അതായത് നമ്മൾ അതിന്റെ സമ്മേഷൻ എടുത്താൽ മാത്രം മതി, ഡയറക്റ്റ് സമ്മേഷൻ എടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എയുടെ കപ്പാസിറ്റൻസ് എത്ര കിട്ടും? എയുടെ കപ്പാസിറ്റൻസ് എത്ര ആയിരിക്കും? 3C. നമ്മൾ ഒരു കപ്പാസിറ്റൻസ് C ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3C എന്ന് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ അല്ലേ? എയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. ഇനി അടുത്തത് ബി നോക്കാം. ബിയുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ബിയുടെ പൊസിഷനിൽ പ്രകാരം നമുക്ക് ഇവിടെ എക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ വൈ ആണ്. ഓക്കെ, അപ്പം ഈ വൈ ഇവിടെയും വൈ ആണെങ്കിൽ ഈ കപ്പാസിറ്ററിന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? കാരണം അത് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയായി പോയി. കപ്പാസിറ്റർ ഷോർട്ടായി കിടക്കുകയാണ്. അതായത് 2 പൊട്ടൻഷ്യൽ, അതായത് ഇവിടെ പൊട്ടൻഷ്യൽ വൈ ആണെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പൊട്ടൻഷ്യൽ വൈ തന്നെയാണ്. അപ്പം അതിലൂടെ ഒരു ചാർജും പാസ് ആവില്ല.
ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ രണ്ട് കപ്പാസിറ്റർ ഇൻ സീരീസ് ആണ്. രണ്ട് കപ്പാസിറ്റർ ഇൻ സീരീസ് ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അത് C/2 എന്ന് എഴുതാൻ പറ്റും. അതായത് 1/C equivalent is equal to 1/C1 plus 1/C2 plus 1/C3 എന്നങ്ങനെ പോകും. ഓക്കെ, അപ്പം അത് പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ബിയുടെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എത്രയാണ്, C/2 ആണ്. നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻസിൽ 3C വരുന്നുണ്ട്. നമുക്ക് ഇത് നോക്കുമ്പോൾ ഇത് 3 കപ്പാസിറ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്താണ്, അപ്പൊ അത് C/3 ആകുന്നു. നമുക്ക് 3 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ 3 സംഭവത്തില് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് A തന്നെയാണ്. അപ്പം A വരുന്നത് ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഓപ്ഷനാണ്. നമുക്ക് E കൂടി നോക്കാം. E കൂടി നോക്കിയിട്ടുണ്ട്. C എന്തായാലും അല്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓപ്ഷൻ 3 എന്തായാലും അല്ല. കാരണം എന്താണ്, C വളരെ കുറവാണ്, C/3 ആണ് നമുക്കറിയാം. അപ്പൊ 3C ആണ് കൂടുതൽ. ഇനി ഇയുടെ കേസ് കൂടി നമുക്ക് നോക്കാം. ഇയുടെ കേസിൽ നമുക്കത് കൂടുതലായി വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതാണെന്ന് കറക്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മാത്രം മതി അല്ലേ. നോക്കാം. അപ്പൊ നമുക്ക് ഈ ഇത് ഓപ്ഷൻ നോക്കാം. ഇതാണ് നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ ടൈം ലാഭിക്കാൻ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം 2-3 ക്വസ്റ്റ്യൻ സോൾവ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ 2-3 ഓപ്ഷൻസ് സോൾവ് ചെയ്തതിനു ശേഷം നമ്മൾ ഓപ്ഷൻസ് എന്താണ്, കറക്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെ വരുന്നത് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പുകൾ, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ എന്താണ് ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ ഈ എത്രയാണ്, C/3 ആണ്. അതേപോലെ തന്നെ ഇവിടെ C, ഇത് രണ്ടും എന്താണ്, രണ്ടും പാരലൽ ആയതുകൊണ്ട് നമ്മുടെ ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര ആയിരിക്കും, 4C/3 ആയിരിക്കും. അപ്പൊ ഇതിൽ 4C/3 ആണോ 3C ആണോ വലുത്? ഓഫ് കോഴ്സ് 3C ആണ് വലുത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനെക്കാട്ടി തൊട്ട് താഴെയായിട്ട് വരുന്നത് സിഒ അല്ലെങ്കിൽ ഇഒ ആണ്. അപ്പൊ സി എന്തായാലും അല്ല, ഓപ്ഷൻ 1 അല്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ഏതാണ്, ഈ C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ D ഗ്രേറ്റർ ദാൻ E ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ A, എല്ലാം ലെസ് ദാൻ എഴുതും. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഒരു നമുക്ക് റൈറ്റ് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് ടൈം അധികം കൺസ്യൂം ചെയ്യാതെ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടി. വേണമെങ്കിൽ നമുക്ക് ഇതുകൂടി ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതുകൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്താൻ പറ്റും നോക്കാം. സോ ദ ഗിവൻ കണ്ടീഷൻ പ്രകാരം ഇവിടെ എക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടും, അങ്ങനെ ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ ഇതിന്റെ അതായത് എക്സിന്റെ വൈയുടെ ഇടക്കുള്ള നോഡ്സുകൾ നോക്കാം. അപ്പം ഇവിടെ ഈ ഒരു നോഡും ഈ ഒരു നോഡും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സി 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 അപ്പൊ രണ്ടെണ്ണം പാരലൽ C/2 പ്ലസ് C/2 ടോട്ടൽ C ആയിരിക്കും ഇതിന്റെ ഇത് വരിക. അതായത് ഇവിടെ ഇത് രണ്ടും ഈ ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രകാരം എന്താക്കാൻ പറ്റും, നടുവത്തെ സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് രണ്ടും സീരീസ് അതേപോലെ തന്നെ ഇത് രണ്ടും പാരലലാണ്, രണ്ട് ബ്രാഞ്ച് പാരലൽ ആയിരിക്കും. അപ്പം ഒരു സീരീസിന്റെ സംഭവം എന്തായിരിക്കും, C/2, മറ്റേത് C/2, രണ്ടുകൂടി പാരലൽ ആകുമ്പോൾ എത്ര ആയിരിക്കും, C/2 പ്ലസ് C/2, ആൻസർ C ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എല്ലാം സോൾവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യും. കാരണം ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യുമ്പോൾ നമ്മൾ ആക്യുറസി വേണം, അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള എന്ത് വേണം, ഒരു എഫിഷ്യൻസി കൂടി നമുക്ക് വേണം. അതാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വിച്ച് among the following is not a property of static electric field lines? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. In a charge free region, electric field lines can be taken to be continuous curve without any break. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർജ് ഫ്രീ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, കണ്ടിന്യൂസ് കേർവ്സ് ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫീൽഡ് ലൈൻസ് എമേർജസ് ഫ്രം പോസിറ്റീവ് ചാർജസ്, ഫീൽഡ് ലൈൻ ഒരു പോസിറ്റീവ് ചാർജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദേ ഫോം ക്ലോസ്ഡ് ലൂപ്സ്, അതായത് ഇതൊരു ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യും എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദേ ഓൾവേസ് ഒറിജിനേറ്റ് നോർമലി ഫ്രം ദ സർഫേസ് ഓഫ് ദ ചാർജ് ഇലക്ട്രോഡ്. ചാർജ് ഇലക്ട്രോഡിന്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ആയിട്ട്, അതിന്റെ സർഫസിന് നോർമൽ ആയിട്ടാണ് എപ്പോഴും എന്ത് സംഭവിക്കുക, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒറിജിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് സസ്പീഷ്യസ് ആണ്, ഒന്ന് നോക്കി നോക്കൂ. ദേ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. എന്താണ് ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 3 തന്നെയാണ് നമ്മുടെ വില്ലൻ. അതാണ് നമ്മുടെ റൈറ്റ് ആൻസറും. അതായത് ഇത്
ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടി അല്ല. ബാക്കി മൂന്നും അതിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. അതിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോട്ട് എന്നുള്ള സാധനം നിങ്ങൾ നോക്കണം. അവിടെ ഇസ് എ പ്രോപ്പർട്ടി, ഇസ് നോട്ട് എ പ്രോപ്പർട്ടി, അങ്ങനെ ചെറിയ വ്യത്യാസം നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലൈൻ വായിക്കുന്നു, ഓ ഇതാണ് റൈറ്റ് ആൻസർ, നോട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ പോയി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് മാഗ്നറ്റിസത്തിൽ എന്നതാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഒന്നാമത്തേത് ടോർക്ക് ഓൺ മാഗ്നറ്റിക് ഡൈപോൾ അലൈൻഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടൗ ഇസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ആണ്. എം ബി സൈൻ തീറ്റ. അപ്പൊ ഇത് പ്രകാരം എന്താണ്? ഇത് രണ്ടും എന്താണ്? അലൈൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് എന്ത് നിൽക്കുന്നത്? നമ്മുടെ ഡൈപോൾ നിൽക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ അത് തമ്മിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇത് നമുക്ക് ഇങ്ങോട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ടോർക്ക് വിൽ ബി 0. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പോകുന്നുണ്ട് വിചാരിക്കോ. അതിൽ നമ്മുടെ ഡൈപോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ബി എന്താണ്? അപ്പൊ നമുക്ക് A3 ആണെന്ന് മനസ്സിലായി. നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്സ് നമുക്ക് വേണേൽ നോക്കാം. A3 ആണ്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. അപ്പം A3. ഇനി ബി ഏതാണെന്ന് നമുക്ക് തീരുമാനമായിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. അപ്പൊ ബി എന്താന്ന് നോക്കാം. ബി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ അലൈൻഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വാട്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്? ബി എന്താണെന്ന് നമുക്ക് നോക്കാം. ബി ഇസ്, ഇപ്പൊ ബി നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? ബി ഇസ് അലോങ് ദി ഡയറക്ഷൻ. പൊട്ടൻഷ്യൽ എനർജി അലോങ് ദി ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? മൈനസ് എൻ ബി ആണെന്ന് നമുക്കറിയാം അല്ലേ? മൈനസ് എം ബി ഡോട്ട് ബി എന്നാണ് പറയാം. മൈനസ് എം ബി ഡോട്ട് ബി, മൈനസ് എം ഡോട്ട് ബി ആണ് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. അപ്പൊ അത് പ്രകാരം ബി എന്താണ്? 4 ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണെന്ന് മനസ്സിലായി. നമുക്ക് വേണമെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി രണ്ടും കൂടി നമ്മൾ നോക്കാം. ടോർക്ക് ഓൺ മാഗ്നറ്റിക് ഡൈപോൾ കെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ എക്സ്റ്റേണൽ, പെർപെൻഡിക്കുലർ ആണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ടോർക്ക് എങ്ങനെയാണ് നിൽക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ വാല്യൂ? സി വിൽ ബി എം ബി. കാരണം എം ബി സൈൻ തീറ്റ, സൈൻ 90 എത്രയാണ്? 1 ആണ്. അപ്പൊ എം ബി എന്ന് എഴുതാൻ പറ്റും. വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഡൈപോൾ ഫ്രം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് ഈ ഒരു സൈഡിലും പോസിറ്റീവ് ഈ സൈഡിലും ആയി വരുമ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുക. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന്റെ ഡി വിൽ ബി, വാട്ട് വിൽ ബി ഡി? ഡിയുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഡി വിൽ ബി ഓപ്ഷൻ നമ്പർ 2 MB. കാരണം നമ്മുടെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? മൈനസ് എം ബി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പൊ നമ്മുടെ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ വിൽ ബി, ദിസ് വിൽ ബി -1 -0, that will be equal to 2 MB. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിന്റെ ഒരു നമുക്ക് ഡിഫിക്കൽട്ടി റേറ്റിംഗ് നോക്കണം. നമുക്കിതൊരു കുറച്ചുകൂടി അപ്ലൈഡ് ലെവലാണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൊരു 3.5 or 4 കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ. ഓക്കെ, ഇത് വളരെ അത്ര ഡിഫിക്കൽട്ടും അല്ല, എന്നാൽ കുറച്ച് അപ്ലൈഡ് ലെവലും ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ഇക്വേറ്റർ ഇസ് ഗിവൺ അപ്രോക്സിമേറ്റ്ലി 0.4 G. Estimate the value of Earth's dipole moment given the radius of Earth is 6400 kilometers. So, okay. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേറ്ററിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് പറഞ്ഞിട്ട് 0.4 G. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡൈപോൾ മൊമെന്റ്? അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. ഡൈപോൾ മൊമെന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? B is equal to mu0/4 into m/r³ അല്ലേ? m/r³ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? B നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്?
0.4 g. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? That will be 0.4 into 10 raised to minus 4 t. അല്ലേ? നമുക്ക് എന്ത് എഴുതാം? 0.4 into 10 raised to minus 4 t is equal to mu naught by 4 pi into m. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഡൈപോൾ ഇതാണ്. Divided by 6.4 into 10 raised to 6 whole cube. ഇപ്പൊ നമ്മളിത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? m is equal to എന്തായിരിക്കും? m is equal to 1.05 into 10 raised to 23 amps per meter, amps meter square. Okay, the correct answer is option number 4. Okay, option number 4, 1.05 into 10 raised to 23 amps meter square. Okay, ഇതും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ ഇക്വേഷൻ അറിയെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ലെറ്റ്സ് ഗിവ് എ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് 3 ഫോർ ദിസ് question. Okay, next question എന്താണ്? A proton and an alpha particle are projected normally in magnetic field with same velocity. The ratio of radii of trajectory of proton to alpha particle is, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 2:1, 1:2, 4:1 and 1:4. അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊരു പ്രോട്ടോണും അതേപോലെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിളും പ്രൊജക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ട്രജക്ടറി, അതായത് അത് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങും. ഒരു സർക്കിളിൽ ഇതിൽ കറങ്ങാൻ തുടങ്ങും. അപ്പം അതിനൊരു റേഡിയസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ എന്താണ് നമുക്ക് ആ ഒരു റിലേഷൻ എന്താണ്? റേഡിയസും അതിന്റെ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ എന്താണ്? R is equal to mv by qb. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സൈക്ലോട്രോണിന്റെ ഇതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ +2 സൈക്ലോട്രോൺ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? Q of proton is equal to എത്രയാണ്? Q of proton നമുക്ക് അതായത് പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്? നമുക്ക് ഒരു ഇലക്ട്രോൺ എടുക്കാം. അതേപോലെ തന്നെ Q of alpha particle എത്രയാണ്? That will be 2 electron. അതേപോലെ തന്നെ എന്താണ് അടുത്തൊരു സാധനം എന്താണ് നമ്മൾ നോക്കേണ്ടത്? മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എത്രയാണ്? 4 times മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് R1/R2 അല്ലെങ്കിൽ R ആൽഫ ബൈ R പ്രോട്ടോൺ. നമുക്ക് ചോദിച്ചാൽ എന്താണ്? പ്രോട്ടോൺ ടു ആൽഫ. നമുക്ക് എന്ത് ചെയ്യാം? R പ്രോട്ടോൺ ടു ഡിവൈഡ് ബൈ R ആൽഫ is equal to M alpha V divided by 2E into B whole divided by M proton V divided by E into B. ഇതൊക്കെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് പോട്ടെ. ഇവിടെ 1 ആയി, ഇവിടെ 2. അതുപോലെ തന്നെ വെലോസിറ്റി ആയി. അപ്പൊ നമുക്ക് മാസ് ഓഫ് പ്രോട്ടോൺ ആൽഫ എത്രയാണ്? 4 mp ആണ്. നമ്മൾ അതുകൂടി ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? That will be 1/2. That will be 1/2. Rp by R proton is equal to 1/2. Sorry, 2/1. Let's look it again. ഇങ്ങനെ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ വരുത്താൻ പാടില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കണം. R proton എത്രയാണ്? It should be mp. So that will be mp V divided by proton E into B divided by M alpha V by 2E B. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 4p ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? It will be 1/2. The correct answer will be option number 2. 1:2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ചെറിയ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതെ നോക്കണം. കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഇവിടെ 2 ഓപ്ഷൻ നമുക്ക് തന്നെ 2:1 1:2 ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ടോട്ടൽ അവിടെ നെഗറ്റീവ് മാർക്ക് അടിക്കുന്നു. നമ്മുടെ സ്കോർ വളരെ പിറകോട്ട് പോകും. ഓക്കെ, അങ്ങനെ ചെറിയ മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പോസിറ്റീവ് charge particle is moving outwards in a magnetic field which is directed towards north. Okay, the particle will be deflected towards east, west, north or south. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോർത്ത് ആണ്. ആ ഒരു സമയത്ത്, അതായത് നമ്മളൊരു പോസിറ്റീവ് ഒരു
ട്രാവൽ ചെയ്യുന്ന ഒരു ചാർജ് പാർട്ടിക്കിൾ നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും സമയക്കും അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ആവും. അപ്പം അത് ഒരു ഡിഫ്ലക്റ്റ് ആയി പോകും. അത് നമുക്ക് അറിയുന്ന ഒരു ഫാക്റ്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. അപ്പം ആ ഒരു ഫാക്റ്റ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണെന്ന് നമുക്കറിയാം. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എന്ത്, വെലോസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ളത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൺവെൻഷൻ ഇങ്ങനെ എടുക്കാം. നോർത്ത് ഇങ്ങോട്ട് ഇവിടേക്ക് എന്തായാലും ഇവിടെ വെസ്റ്റ്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇങ്ങനെ എടുക്കാം. ഓക്കെ, സോറി ഇറ്റ് ഷുഡ് ബി വെസ്റ്റ് ആൻഡ് ദിസ് ഷുഡ് ബി ഈസ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഡയറക്ഷനിലാണ് നമ്മുടെ എന്ത് പോകുന്നത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് അല്ലെ. നോർത്ത് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് പുറത്തേക്ക് എന്ത് വരുന്നു, അതായത് ഈ ഒരു ഡയറക്ഷനിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് നമ്മുടെ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക? അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ്, ഇൻഡെക്സ്, മിഡിൽ ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. അതായത് മ്യൂച്വലി അത് 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. ആ ഒരു കേസിൽ തമ്പ് നമ്മുടെ ഫോഴ്സ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എന്തായിരിക്കും, ഇൻഡെക്സ് ഫിംഗർ നമ്മുടെ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്, അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ഫിംഗർ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുക, ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് നമ്മുടെ കറണ്ട് എങ്ങോട്ടാണെന്നാണ് നോക്കുക. കറണ്ട് ഡയറക്ഷൻ, കറണ്ട് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് കറണ്ട് എങ്ങോട്ടായിരിക്കും, കറണ്ട് ഏത് ഡയറക്ഷനിലാണ് പോവുക, ആ പോസിറ്റീവ് ചാർജിന്റെ സെയിം ഡയറക്ഷനിലാണ് പോവുക കറണ്ട് പോവുക. ഓക്കെ, നമ്മുടെ ഇലക്ട്രോണിന് ട്രാവൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോവുക. അതാണ് നമ്മളിവിടെ പോസിറ്റീവ് ചാർജിന്റെ സെയിം ഡയറക്ഷനിൽ പോകും. ഓക്കെ, ആ ഒരു കേസ് എടുത്തു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നോർത്ത് ഡയറക്ഷനിലാണ് എന്തുള്ളത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ വെച്ചു. ഓക്കെ, നിങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആ ഡയറക്ഷനിൽ വെച്ചതിന് ശേഷം നമ്മൾ പെർപെൻഡിക്കുലർ ആക്കുന്നു. അതായത് നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ആ ഒരു പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, വെസ്റ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ എന്ത് പോവുക, നമ്മുടെ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ആയിട്ട് പോവുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ കോച്ചിങ് എടുക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമ്മളിങ്ങനെ ഒരു എന്തുകൊണ്ട് നമ്മളൊരു ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് എൻട്രൻസ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, എന്തുകൊണ്ട് അതിന് നമ്മളൊരു കോച്ചിങ് എടുക്കണം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനൊരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത ശൈലിയോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസോ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സാധനം ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അതായത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസം ഇത്ര പഠിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ഇത്ര മോഡൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഡൗട്ട്സും നമ്മുടെ എഫിഷ്യൻസിയും, ഞാൻ നേരത്തെ പറഞ്ഞ എഫിഷ്യൻസിയും അതേപോലെ തന്നെ ആക്യുറസിയും കൂടും. അത് തന്നെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മുടെ റാങ്ക് മുകളിലോട്ടും താഴോട്ടും ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഇപ്പൊ നമ്മളെ ഒരു നമുക്കൊരു ഇപ്പം ഡോക്ടർ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യമില്ലാത്തവർ, ഒരു സയൻസ് എന്തെങ്കിലും പെർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു എക്സാം ആണ് CUET എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ വാങ്ങി തരുന്ന ഒരു എക്സാം ആണ് CUET. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്പിയർ ചെയ്യുന്ന എക്സാമും CUET ആയി ഭാവിയിൽ CUET തന്നെ ആയിരിക്കും. വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു സെക്ടർ ആയിട്ട് എന്ത് മാറും, CUET മാറും. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവർക്കും, ഇന്ത്യയിൽ ഉടനീളമുള്ള മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള അഡ്മിഷൻ ഉറപ്പുവരുത്തുന്ന ഒരു എക്സാം ആണ് എന്ത്, CUET. അപ്പം അതേപോലെ തന്നെ നമ്മളെ നീറ്റ്, JEE പോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സും ഈ ഒരു എക്സാം ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വെക്കും. എന്തുകൊണ്ടും ഇത് നല്ലൊരു ബാക്കപ്പ് പ്ലാൻ തന്നെയാണ്. കാരണം അവർക്ക് നല്ലൊരു സയൻസ് വിഷയത്തിൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ നിന്നുള്ള കോമ്പറ്റീഷനും കൂടുതലാണ്. നിങ്ങൾ വെറും ഈ ഒരു ഇതിന് മാത്രമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതുപോലത്തെ കുറച്ചുകൂടി ഹൈ ലെവലായിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം, കോൺസ്റ്റന്റ് പെർസിവറൻസ് വേണം. അതായത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അതിനു വേണ്ടി
ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം വളരെ ഉയർന്ന സ്കോറോടെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Prepwise എന്ന് പറയുന്നത്. Prepwiseൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം അതായത് 2022 CUET 2022 വളരെ മികച്ച റിസൾട്ട്സ് ആണ് Prepwise, നമുക്ക് അഭിമാനത്തോടെ പറയാം, വളരെ മികച്ച റിസൾട്ട്സ് ആണ് Prepwiseന്റെ സ്റ്റുഡൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഫ്രം IIT, അല്ലെങ്കിൽ നമ്മുടെ IIM, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അതേപോലെ തന്നെ ഐസർ, അങ്ങനത്തെ ഇന്ത്യയിൽ തന്നെ വളരെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് കോച്ചിങ് തരുന്നത്. അവരുടെ ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ആ നോട്ട്സ് റെഫർ ചെയ്യാം. അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് പേപ്പേഴ്സ്, ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെന്റർ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ത്രൂ ഔട്ട് ജേർണിയിൽ ആ മെന്ററിന്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അദ്ദേഹം നിങ്ങൾക്ക് എന്തൊക്കെ ഇൻപുട്സ്, എവിടെയാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് എക്സൽ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു മെന്ററും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ ഒരു Prepwiseന്റെ ഈ പ്രോഗ്രാമിൽ. ബട്ട് ഇനി പറയാനുള്ളത്, ഈ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് എഞ്ചിനീയറിംഗോ മെഡിക്കലോ അല്ലാതെ നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്, ഞാനിപ്പോ സയൻസ് ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ് സയൻസ് കൂടുതലായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ Prepwiseന്റെ ബാക്കി പല വിങ്സും ഉണ്ട്, അതായത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ കവർ ചെയ്യുന്നതുകൊണ്ട് Prepwiseന്റെ കോഴ്സുകൾ ഉണ്ട്. അപ്പം ഏത് ഇന്ത്യയിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാം ആണ് CUET. ഇപ്പം ഇപ്പൊ +2 പഠിക്കുന്ന ഒരാളാണ് 2023 CUETക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യണം. +1 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ 2024 നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ബാക്കിയുള്ളവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് ഓടുന്ന പട്ടിക്ക് ഒരു പുഴ മുന്നേ നമ്മൾ എറിഞ്ഞിരിക്കണം. അതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പം അതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ Prepwise എന്ന് പറയുന്നത്. ഇതിന്റെ പറഞ്ഞ പോലെ തന്നെ നല്ല എക്സ്പെർട്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ്സസ്, നോട്ട്സ്, ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, മെന്റേഴ്സ് എല്ലാം നിങ്ങൾക്കായിട്ട് Prepwise പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഈ സെഷൻ നിർത്താം. സെഷൻ നിർത്തുന്നതിന് മുന്നേ ഒന്നുകൂടി ഓർമ്മിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ആരെങ്കിലും, നിങ്ങൾക്ക് ഈ ഒരു പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ Prepwise എന്ന ചാനൽ അവർക്ക് ഉപകരിക്കുമെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം. ഹാപ്പി ലേണിംഗ് ആൻഡ് ഗുഡ് ബൈ. ഹലോ, ടാർഗറ്റ് CUET 2023 എല്ലാവർക്കും സ്വാഗതം. ഫിസിക്സ് സബ്ജക്റ്റിലെ കുറച്ച് അതായത് 2022 CUETയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പം സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ വെക്കുന്നു, എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ CUET കഴിഞ്ഞ വർഷമാണ് CUET ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേയൊക്കെ CUCET ആയിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമായിരുന്നു. ഈ കൊല്ലം മുതൽ, അതായത് 2022 മുതൽ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതായത് നീറ്റ് പോലത്തെ എക്സാമിനേഷൻ കണ്ട് മുകളിൽ നിൽക്കുന്ന കുട്ടികൾ എഴുതുന്ന, അതായത് നമ്മുടെ കോമ്പറ്റീഷൻ അത്രയും കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കൂടുതൽ സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ അതിന് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് Prepwise നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ CUET ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം. ഇനി നിങ്ങൾ CUET 2023 എഴുതി വെച്ചാൽ നിങ്ങൾ +2ലാണ് ഇപ്പൊ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. ആ ലിങ്ക് കയറി ആ ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അപ്പം കിട്ടിക്കൊണ്ടിരിക്കും. എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ്, എങ്ങനെയാണ് അതിലേക്കുള്ള നമ്മുടെ അതായത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അഥവാ നിങ്ങൾ +1 പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്കും CUET 2024
അപ്ഡേറ്റ്സ് ഒക്കെ തരുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അതും അതിന്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസോളം ചെയ്തിരുന്നു. ഈ സെഷൻസിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യും. അപ്പം ഇതുപോലത്തെ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് ഇനിയും എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ നിങ്ങളുടെ ഒപ്പം തന്നെ പഠിക്കട്ടെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കുക. നമുക്ക് അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പൊ ഫിസിക്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm and the meter shows full scale deflection for the current 3 milliampere. The value of shunt required to connect the galvanometer into ammeter of range of 0 to 6 ampere. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത്? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പാർട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഷണ്ട് അതിൽ കണക്ട് ചെയ്യണം. അതായത് അതിന്റെ അമ്മീറ്റർ റേഞ്ച് ഒരു 0 to 6 ആംപിയർ വരെയുള്ള അമ്മീറ്റർ നമുക്ക് ആ ഒരു 0 to 6 റേഞ്ച് വരെയുള്ള കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എത്രയായിരിക്കും ഷണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്കൊരു കറണ്ട് വരുന്നു, അത് നമ്മൾ ഷണ്ടിലേക്കും നമ്മുടെ ഗാൽവനോമീറ്ററിലേക്കും കടത്തി വിടുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഷണ്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു കറണ്ട് ഇതിലേക്ക് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ബ്രാഞ്ച് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ തന്നിരിക്കുന്ന എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ്? നമ്മുടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എത്രയാണ്? 12 ohm ആണ്. അതേപോലെ തന്നെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്ര തന്നിരിക്കുന്നത്? അതായത് നമ്മുടെ സ്മോൾ ഐ, അതായത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? G is equal to 12 ohm. നമ്മുടെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഇസ് 3 milliampere. നമുക്കിനി അറിയേണ്ടത് എന്താണ്? നമ്മുടെ ഷണ്ടിന്റെ വാല്യൂ, അതായത് RS is equal to നമുക്ക് അറിയില്ല. നമുക്ക് എത്ര കറണ്ട് ആണ് നമുക്ക് അളക്കേണ്ടത്? 6 ആംപിയർ വരെയുള്ള കറണ്ട് ആണ് നമുക്ക് അളക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്ന വാല്യൂസ്. നിങ്ങളൊന്ന് ക്വിക്കായിട്ട് നിങ്ങളുടെ നമ്മൾ ഇത്ര കാലം കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ച ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യാം? നമ്മുടെ RS പോകുന്ന കറണ്ട് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് IG നമുക്ക് എന്തായിരിക്കും? നമുക്കൊരു സ്മോൾ ഐ ഇതിലേക്ക് പോകുന്നുണ്ടാവും. അപ്പം ബാക്കി ഇവിടേക്ക് R മൈനസ് I ഈ കറണ്ടിലേക്ക് പോകുന്നുണ്ടാവും. ഇവിടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു റൂൾ വെച്ച് രണ്ടും ഈക്വൽ ആവുന്ന രീതിയിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RS into I മൈനസ് I is equal to I into G അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? RS ആണ്. അപ്പൊ നമുക്ക് RS is equal to IG മൈനസ് ഡിവൈഡഡ് ബൈ I മൈനസ് സ്മോൾ ഐ, അതായത് നമ്മുടെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന്റെ കറണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇത് മില്ലി ആംപിയർ ആണ്. അപ്പം 3 into 10 raised to minus 3 into 12 divided by what is the value? നമുക്ക് 6 minus 3 into 10 raised to minus 3 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ജസ്റ്റ് അതിന്റെ റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 into 3 36 into 10 raised to minus 3 divided by 5.997. ഈ വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6 milli ohm ആണ്. So the correct answer for the value of shunt is option number 3, 6 milli ohm. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ പ്രോബ്ലം അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാം. പക്ഷെ ഫോർമുല നമ്മൾ ബൈഹാർട്ട് ചെയ്യുമ്പോൾ കുറെ ബൈഹാർട്ട് ചെയ്യാൻ കുറെ ടൈം എടുക്കും. നമ്മുടെ കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ substance when placed in an external magnetic field have a tendency to move from a region of weak magnetic field to strong magnetic field. അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീക്ക് മാഗ്നറ്റിക്, അതായത് വീക്ക് ആയ സ്ഥലത്ത് നിന്ന് സ്ട്രോങ് ആയ സ്ഥലത്തേക്ക് പോകാനുള്ള ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോങ്ങിൽ നിന്ന് വീക്കിലേക്കാണ് പോകുക. കാരണം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോളറൈസ് ചെയ്യും നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ. അപ്പം ഡയാമാഗ്നറ്റിക് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി.
ഇനി നമുക്കുള്ള രണ്ട് ഇതാണ് ഫെറോ മാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും. അത് രണ്ടിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ബോത്ത് വിൽ മൂവ് ഫ്രം വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ടു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ഒരു പാർട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് നമ്മള് റെസണൻസ് ഫ്രീക്വൻസി, ക്വാളിറ്റി ഫാക്ടർ, ഇംപീഡൻസ്, കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ടർ, ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് എന്ന് നോക്കാം. സോ നമുക്ക് എന്താ തന്നിട്ട് റെസണന്റ് ഫ്രീക്വൻസി എപ്പോഴായിരിക്കും ഒരു റെസണന്റ് ഫ്രീക്വൻസി ആവുന്ന ഏത് കണ്ടീഷനിലാണ്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൽ അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സി എച്ച് എൽ എന്താണ്? ഒമേഗ സി ഇസ് ഈക്വൽ ടു 1/ഒമേഗ എൽ. അപ്പൊ നമ്മുടെ റെസണന്റ് ഫ്രീക്വൻസി പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC. ഈ ഒരു കാര്യം നമുക്കറിയാം. അപ്പം എ 4 ആണ് നമുക്ക് ഉറപ്പായി. ഓപ്ഷൻസ് നോക്കാം. എ എല്ലാം 4 ആണ്. അവിടെ നമുക്കൊരു രക്ഷയില്ല. അപ്പൊ ബി നോക്കാം. നമുക്ക് ബിയില് നമുക്ക് രണ്ട് തരം ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ബി എന്താണ്? ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് വൺ. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഫാക്ടർ എന്താണ്? ഒമേഗ എൽ ബൈ ആർ. ഇത് നമുക്ക് തേർഡ് ആണെന്ന് കിട്ടി. അപ്പൊ രണ്ട് ഓപ്ഷനിൽ ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെ നോക്കാനുള്ളൂ. ഒന്ന് 2 or 4. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പം നിങ്ങളുടെ ചെറിയ ചെറിയ ട്രിക്സ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ കൂടി വാല്യൂ കിട്ടിയാൽ പരിപാടി അവിടെ കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഇംപീഡൻസ് എന്താണെന്ന് അറിയാം. ഇംപീഡൻസ് വെച്ചാൽ എന്താണ്? നമ്മുടെ എക്സ് എൽ മൈനസ് എക്സ് സി ആർ. അപ്പം ഈ ഒരു ട്രയാങ്കിൾ നമ്മുടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൽ മൈനസ് എക്സ് സി. ഈ ഒരു ഇംപീഡൻസ് ട്രയാങ്കിൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് അവിടുന്ന് സിയുടെ ആൻസർ 2 ആണെന്ന് കിട്ടി. സോ സി ഇസ് 2. ഒബിയസ്ലി ഇതെന്തായിരിക്കും? 1 ആയിരിക്കും. സോ വാട്ട് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ നമ്പർ 4 ഇംപീഡൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു എന്താണ് അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. കാര്യം അപ്ലൈ ചെയ്യാം, നമുക്ക് ഇംപീഡൻസിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ. ഇതും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ തീർച്ചയായും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ എല്ലാത്തിന്റെ ആൻസറും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1-2 മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആൻസർ ഇവിടെ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം. ലെൻസ് ലോയെ കുറിച്ചാണ് പറഞ്ഞത്. ലെൻസ് ലോ ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് വാട്ട്? ഏത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണോ, കൺസർവേഷൻ ഫ്ലക്സ് ആണോ, കൺസർവേഷൻ മൊമെന്റം ആണോ, കൺസർവേഷൻ ഓഫ് എനർജി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെൻസ് ലോയുടെ എന്തായിട്ട് ബന്ധപ്പെട്ടിരുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമുക്കറിയാം. ഇതൊരു ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓപ്ഷൻ നമ്പർ 4 കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ എ സർക്യൂട്ട് ആസ് ഷോൺ വിത്ത് എ ബൾബ് ഗ്ലോയിങ് വിത്ത് സർട്ടൻ ബ്രൈറ്റ്നസ്. Okay, if separation between the plates of capacitor is decreased, the brightness of the bulb will do what? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററും ഒരു ബൾബും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്റൻസും, ബൾബ് ഒരു റെസിസ്റ്റൻസ് ആണല്ലോ, അപ്പൊ ഒരു സീരീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താണ്? RC സർക്യൂട്ട് ആണ്. ഇതൊരു RC സർക്യൂട്ട് ആണല്ലോ. അപ്പൊ RC സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇംപീഡൻസ് എന്തായിരിക്കും? നമ്മൾ ഇംപീഡൻസ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ Z is equal to √R² പ്ലസ് XL ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതായത് RLC സർക്യൂട്ട് അല്ല, RC സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? XC² എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ റിയാക്ടൻസ് XC² കിട്ടി. അപ്പൊ നമുക്ക് XC എന്താണെന്ന് അറിയാം. XC എന്താണ്? ഒമേഗ C ആണ്. അതേപോലെ തന്നെ C എന്താണ്? നമ്മുടെ കപ്പാസിറ്റൻസ് എന്താണ്? എപ്സിലോൺ A/D അല്ലെ? അതായത് പാരലൽ പ്ലേറ്റിന്റെ ഇക്വേഷൻ ഇതാണ്, എപ്സിലോൺ A/D. അപ്പൊ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന വാല്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്സിലോൺ A/D നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ D നമ്മൾ കുറയ്ക്കുകയാണ്. അതായത് ഈ D കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ XC വാല്യൂ കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ Z വാല്യൂ കൂടും, അതായത് ഇംപീഡൻസ് വാല്യൂ കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ റെസിസ്റ്റൻസ് ഇവിടെ കൂടുന്നതിന് തോറും നമ്മുടെ ബ്രൈറ്റ്നസ് എന്തായിരിക്കും? നമ്മുടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് കൂടും. അപ്പൊ നമ്മുടെ ഇവിടെ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് തന്നെ അതായത് അല്ലെങ്കിൽ ഇംപീഡൻസ് കൂടുന്നത് കൊണ്ട് തന്നെ
എന്ത് സംഭവിക്കും? നമ്മുടെ ബ്രൈറ്റ്നെസ് കുറയും. യെസ്, സോ ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് RC സർക്യൂട്ടിന്റെ കോൺസെപ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇനി സപ്പോസ് അവിടെ ഡിസ്റ്റൻസ് കൂട്ടുകയായിരുന്നെങ്കിൽ നമ്മുടെ XC കുറയും. അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ ബൾബിന്റെ ബ്രൈറ്റ്നസ് കൂടും. സോ ഇൻ ദിസ് കേസ് the brightness of the bulb will decrease. ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, in the figure conducting a rod PQ is moved, a conducting rod PQ is moved with a constant speed v from x is equal to 0 to x is equal to 2b and then return to the same position. അതായത് x is equal to 0 ലേക്ക് തിരിച്ചു വന്നു. A uniform magnetic field applied from x is equal to 0 to x is to b perpendicular to the page and inward. The graph which shows the variation induced EMF with the distance is. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നമ്മുടെ ഒരു കണ്ടക്ടിങ് റോഡ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൂടെ നീക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം, നമ്മുടെ ഈ നമ്മുടെ EMF എന്താണ്? EMF ജനറേറ്റർ എന്തായിരിക്കും? EMF ജനറേഷൻ ഇസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു മൈനസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് അല്ലേ? ചേഞ്ച് ഇൻ ഫ്ലക്സ്, ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ മൈനസ് dBLX/dt. ഇത് നമ്മളൊന്ന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് dx/dt എന്താണ്? വെലോസിറ്റി ആണ്, BLV. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു വാല്യൂ, EMFന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. എവിടെ ആയാലും കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് എന്തറിയാം? ഇത് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഓക്കെ, നമ്മുടെ വെലോസിറ്റി ഈ ഒരു ഭാഗത്തേക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോട്ടുമാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ EMF എങ്ങോട്ടാ ഇൻഡ്യൂസ്ഡ് ആയത് നോക്കാം. മൈനസ്, അതായത് നമ്മുടെ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ EMF ഇൻഡ്യൂസ്ഡ് ആവുന്നത്. അപ്പൊ നമുക്ക് 0 to നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 to B നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കോൺസ്റ്റന്റ് EMF അവിടെ ജനറേറ്റ് ആവും. പിന്നെ B to 2B അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ അവിടെ എന്തായിരിക്കും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ EMF 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ ഗ്രാഫുകൾ നോക്കാം. അപ്പൊ ഫസ്റ്റ് ഗ്രാഫ് നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരിക്കലും നമ്മുടെ EMF 0 ആവുന്നില്ല. അപ്പൊ ഇത് തെറ്റാണ്. സെക്കൻഡ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അവിടെ EMF 0 ആവുന്നില്ല. അപ്പൊ ഇതും തെറ്റാണ്. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് ഇൻക്രീസ് അല്ല, ഇതൊരു സ്ലോപ്പ് ഉണ്ട്, പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് എന്തായാലും വരുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഓപ്ഷൻ നമ്പർ 3 ആൻഡ് ഓപ്ഷൻ നമ്പർ 4. ഇപ്പൊ നമുക്ക് എന്താ, B to 2B ആൻഡ് തിരിച്ച് B വരെ എത്തുന്നവരെ അവിടെ എന്തില്ല? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പം എന്ത് സംഭവിക്കും? അവിടെയൊക്കെ 0 ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതില് 2B to B യില് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതെങ്ങനെ ചെയ്തത്? നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ, ഒരു കോൺസ്റ്റന്റ് എന്താണ് EMF ആണ് ഇൻഡ്യൂസ്ഡ് ആവുക. അപ്പം അതെങ്ങനെയാണ് ഇൻഡ്യൂസ് ആയത് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 0 to 2B അതിനൊരു കോൺസ്റ്റന്റ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. B to 2B അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പം അവിടെ 0 ആയിരിക്കും. അതേപോലെ തന്നെ 2B തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും ബിയിൽ എത്തുന്നവരെ അവിടെ എന്തുണ്ടാവില്ല? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ ബിയിൽ എത്തിയ ഉടനെ തന്നെ എന്ത് സംഭവിക്കും? അവിടെ ഒരു നെഗറ്റീവ് EMF ജനറേറ്റ് ചെയ്യും. കാരണം അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് EMF ആണ് ജനറേറ്റ് ചെയ്തത്. അപ്പൊ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് മോഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള EMF ജനറേറ്റ് ആവും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ഇത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ, a power transmission line feeds input power at 2300 volt to a step down transformer with its primary windings have 4000 turns. What should be the number of turns in the secondary in order to get a output power of 230 volt? ഓക്കെ, ഇവിടെ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്ന എത്രയാണ് അതിന്റെ ഇൻപുട്ട് പവർ എത്രയാണ്? 2300 വോൾട്ട് ആണ്. അത് നമ്മൾ എത്രയിലേക്ക് കുറയ്ക്കണം? 230 വോൾട്ടിലേക്ക് കുറയ്ക്കണം. എത്ര വൈൻഡിങ് ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, V1/V2 is equal to N1/N2, അതായത്
ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തറിയാം, 2300 നിന്ന് നമ്മൾ 230 കുറയ്ക്കണം. അതേപോലെ തന്നെ N1ന്റെ വൈൻഡിങ് എത്ര ടേൺസ് ഉണ്ട്, 4000. ഇതപ്പോ എത്ര, ഈ ഒരു N നമ്മൾ കണ്ടുപിടിക്കണം, N2 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും, 10. സോ N2 വിൽ ബി ഈക്വൽ ടു 400. ഓപ്ഷൻ നമ്പർ 2. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നമ്മളൊരു മീറ്ററിൽ ഇടുകയാണ്, നമ്മുടെ ഡിഫിക്കൽട്ടി മീറ്ററിൽ ഇടുകയാണെങ്കിൽ നമുക്കൊരു 2, 3 ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലെറ്റ് ഇറ്റ് ബി ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് 3 or 4. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലും നമ്മൾ ഇന്ന് ചെയ്ത എല്ലാം ഒരു കറന്റ് ഇലക്ട്രിസിറ്റി അതേപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിസം ചാപ്റ്റർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പെഡൽസ് ഓഫ് എ ബൈസിക്കിൾ ഈസ് അറ്റാച്ച്ഡ് ടു എ കോയിൽ ഓഫ് 100 turns ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 0.1 meter square, which is kept in a uniform magnetic field of 0.01 Tesla, perpendicular to the axis of rotation of the coil. What is the maximum voltage generated in the coil when the coil is rotated half a revolution per second? നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സംഭവിക്കുന്നത് ഒരു ബൈസിക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈസിക്കിൾ പെഡൽ ഒരു കോയിൽ ഉണ്ട്, അതിന് 100 turns ഉണ്ട്, അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുന്നു. അതായത് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മാക്സിമം വോൾട്ടേജ് എത്ര ജനറേറ്റ് ആയിരിക്കുന്നത്, അതിന്റെ എത്ര സ്പീഡിൽ അത് കറങ്ങുന്നൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതാം. N is equal to 100. അതേപോലെ തന്നെ നമുക്ക് ഏരിയ എത്ര എന്നത് 0.1 meter square. നമുക്ക് അതിന് അന്നിന്റെ ഫ്രീക്വൻസി എത്ര എന്നത് 0.5 revolution per second ആണ് തന്നിരിക്കുന്നത്. അതായത് 0.5 hertz അല്ലെ, ഇത്രയും തന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, B is equal to 0.01 T. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് ജനറേറ്റഡ് നമുക്ക് നോക്കാം. ഇൻഡ്യൂസ്ഡ് എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് -dV/dt അല്ലെ dϕ/dt. ഫ്ലക്സ് എത്രയാണെന്ന് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, അതിന്റെ ഫ്ലക്സ് എത്രയാണ്, -dN NBA cos ωt/dt. ഈ ഒരു ഇത് എങ്ങനെ വന്നു എന്നുള്ളത്, ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ഇക്വേഷൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും NBA ഒമേഗ, വാട്ട് ഈസ് cos ωt, ഒമേഗ sin ωt അല്ലേ. അത് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ മാക്സിമം ആവണം എന്ത് സംഭവിക്കണം, sin ωt 1 ആയിരിക്കണം. അപ്പൊ നമുക്ക് sin ωt 1 കൊടുത്തു. ഇനി നമുക്ക് ഒമേഗ എന്താണ്, 2πf ആണ്. അപ്പൊ 2 × π × f. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.314 വോൾട്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഈ ഒരു ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ ആൻസേഴ്സ് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും മാഗ്നറ്റിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അടുത്ത ക്വസ്റ്റ്യനിലും പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്തുണ്ട്, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് ഓഫ് EM വേവ് ട്രാവലിംഗ് ഇൻ വാക്വം ഇസ് B0 is equal to 510 nanotesla, and the amplitude of electric field part of the wave is എത്രയാണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഒരു EM വേവിന് എന്തൊക്കെ പാർട്ട് ഉണ്ട്, ഒരു EM വേവ് EM ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉള്ള ഭാഗമുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുള്ള പാർട്ടുണ്ട്. ഈ ഒരു രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് നീങ്ങുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം ആ രീതിയിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഒരു EM ഇങ്ങനെ, നമ്മുടെ ഒരു വേവ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വേവ് ഇങ്ങനെ പോകും അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങോട്ട് പരിചയം, നമ്മുടെ പ്രൊപ്പഗേഷൻ ഇങ്ങനെയാണെങ്കിൽ ലെറ്റ് ബി ഒരു വേവ് നമുക്ക് ഇങ്ങനെ പോകാൻ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതില് മറ്റൊരു വേവ് എങ്ങനെ പോകും, അപ്പം അതെ ഈ ഒരു രീതിയിൽ മറ്റൊരു വേവ് പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ EM വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, EM വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം അറിയാം E0 is equal to B0 into C, അല്ലെങ്കിൽ E0/B0 ആണ് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ E0 കണ്ടുപിടിക്കേണ്ടത്. E0 is equal to B0 നമ്മൾ തന്നിട്ടുണ്ട് 510
nanotesla into what is the speed of light into 10⁸ meter per second. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 513 Newton per coulomb. Okay, so the correct answer is option number 2. Okay, next question ലേക്ക് കടക്കാം. Last question of the day. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ്, അതായത് ഗാമ റേ, എക്സ് റേ, ഇൻഫ്രാറെഡ് റേ, യു വി റേഡിയേഷൻ, കുറെ ടൈപ്പ് ഓഫ്. ഇത് എങ്ങനെയാണ് അതിന്റെ, എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അത് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് കാരണം എന്താ സംഭവിക്കുന്നത്? അത് ഇൻഫ്രാറെഡ് റേസിന് കാരണമാകുന്നു. ഓക്കെ, വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ആണ് ഇൻഫ്രാറെഡ് റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ന്യൂക്ലിയസ് കാരണം എന്താ പ്രൊഡ്യൂസ് ആവുന്നത്? ഗാമ റേസ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ ഫിൽറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? യു വി റേഡിയേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഡിറ്റക്ഷൻ ഓഫ് ഫ്ലോസ് ഇൻ മെറ്റൽ പീസസ് നമ്മൾ എക്സ്റേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്, കുറച്ചൊരു ലൈക്ക് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഫാക്ട്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 4 അല്ലേ? 4 അല്ലേ? അതെ, 4. ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കോൺസെപ്ച്വലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ജസ്റ്റ് അബവ് ആവറേജ് ഒരു ഡിഫിക്കൽട്ടിയാണ് നമുക്ക് ഇതിന് പറയാൻ പറ്റുക. വളരെ ഡിഫിക്കൽട്ടാന്ന് പറയാനും പറ്റില്ല, പക്ഷെ അത്ര ഈസിയും അല്ല. ഓക്കെ, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് CUETക്ക് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വലിയൊരു ടീമാണ് പ്രെപ്വൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെയുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും എടുത്തു തരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രീം ബിഗ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET. അതേപോലെ തന്നെ നമ്മളൊരു നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന്, അല്ലെങ്കിൽ ആ ഒരു രീതി എഞ്ചിനീയറിംഗ് മെഡിക്കലിലേക്കും അല്ല, എനിക്കൊരു സയൻസ് രീതിയിൽ പോകണം. നമ്മളിപ്പോ ഫിസിക്സ് ആണ് സംസാരിക്കുന്നുണ്ട്, നമുക്ക് സയൻസ് പ്യുവർ സയൻസ് എടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും ഏക വഴി എന്ന് പറയും, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫ്യൂ വേസ് ടു ഗെറ്റ് ഇൻ ടു എ ബിഗ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അപ്പം ഈ ഒരു എക്സാമിന് നമ്മൾ ഈ ഒരു ജസ്റ്റ് ഇത് മാത്രം CUETക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമായിരിക്കില്ല JEE പോലത്തെ എക്സാമുകളിലും NEET പോലത്തെ എക്സാമിലും പ്രിപ്പയർ ചെയ്യുന്നത്. അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പൊ നമ്മളും അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വേണം, ആ ലെവൽ ഓഫ് കോൺഫിഡൻസ് വേണം, ആ ലെവൽ ഓഫ് പ്രാക്ടീസും വേണം. അപ്പം അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രെപ്വൈസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക്കിന് എടുത്തിട്ടും അതിന് ടെസ്റ്റുകൾ ഉണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വെക്കാറുണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്ററുടെ സഹായത്താൽ നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരാളായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ CUETയുടെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ 2023 അപ്ലൈ ചെയ്യുന്നത്, അതായത് നിങ്ങൾ +2 സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലും, അല്ലെങ്കിൽ 24 അതായത് 2024 അഥവാ നിങ്ങളൊരു +1 സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഇനി ഇതുപോലത്തെ നല്ല കണ്ടന്റ്സും ഇത് ഇങ്ങനെ രീതിയിലുള്ള ഒരു ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയാണ് നമ്മുടെ CUETയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സാം ആണ്. അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രെപ്വൈസ് എപ്പോഴും ഉണ്ടാവും. അപ്പം പ്രെപ്വൈസിന്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഇനിയും വരുന്നതാണ്. അതിന് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് ടിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതുവരെ ഓക്കെ, ബൈ ബൈ, സീ യു സൂൺ, ടേക്ക് കെയർ. ഹലോ, അപ്പൊ CUET 2023 ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ
Prepwise പുതുതായി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ടാർഗറ്റ് CUET 2023. ഈ ഒരു സെഷനിൽ നമ്മൾ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ഇന്ന് ഫിസിക്സ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ 2 സെഷൻസിൽ നമ്മളൊരു ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഈ ഒരു സെഷനിൽ നമുക്കൊരു 10 more ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പം CUET നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന് സാധ്യമാക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ 2023 +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതിലെ പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഈ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ഉണ്ട്. അപ്പം എല്ലാവരും 2023 പ്രിപ്പറേഷൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള Prepwiseന്റെ കുറച്ച് സഹായങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അതിൽ തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതായത് സമയത്ത് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇനി +1 പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ CUET 2024 ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. അപ്പം ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു എക്സാമിന് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ എന്തുകൊണ്ടും നല്ലതാണ്. അതായത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് ബാക്കിയുള്ളവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ മുമ്പുള്ള ഒരു ലീഡ് കിട്ടുന്നുണ്ട്. അപ്പം ആ ലീഡാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ നമുക്ക് നമ്മുടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുന്നതും നമ്മുടെ കോൺസെപ്റ്റ് ഗ്രാബ് ചെയ്യാനുള്ള ടൈം കൂടുതൽ നൽകുന്നതൊക്കെ ഈ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ CUET ആയി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ചാനലാണ് നമ്മുടെ Prepwise. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് അപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതുപോലത്തെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കുറെ കണ്ടന്റ് സയൻസിൽ മാത്രം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ മാത്രമല്ല എല്ലാ അക്രോസ് ദി ഡൊമൈൻ, അതായത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് എല്ലാ ഡൊമൈൻസിലും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് Prepwise. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു കണ്ടന്റ് എത്തിക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവ് ദ കറക്റ്റ് റിലേഷൻ ഫോർ ഫ്രസ്നൽ ഡിസ്റ്റൻസ് ഇൻ ഡിഫ്രാക്ഷൻ ഫിനോമിന. എന്താണ് ഈ ഫ്രസ്നൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാല്? ഈ ഫ്രസ്നൽ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ സ്ലിറ്റ് വേർ ദ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ദി സ്ലിറ്റ്. അതായത് നമ്മുടെ സ്ലിറ്റിന്റെ സൈസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മുടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെ ഡിഫ്രാക്ഷൻ നടക്കുന്ന ആ ഒരു പോയിന്റിനാണ് എന്ത് പറയുന്നത്? ഫ്രസ്നൽ ഡിസ്റ്റൻസ് എന്ന്. ആ ഒരു ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? ZF is equal to a²/λ. ഇതൊരു ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ നമ്പർ 3 is the right answer. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ വേവ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേവ് ഒപ്റ്റിക്സ് ചാപ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ ടോൾ ബോയ് സിറ്റിംഗ് അറ്റ് ലാസ്റ്റ് ബെഞ്ച് ഓഫ് ക്ലാസ് ഇസ് അണേബിൾ ടു സീ ദ ലെറ്റേഴ്സ് റിട്ടൺ ഓൺ ദ ബ്ലാക്ക് ബോർഡ് ക്ലിയർലി. വാട്ട് ടൈപ്പ് ഓഫ് ഐ ഡിഫക്ട് ദിസ് ബോയ് മേ ഹാവ്? അതായത് ഒരാൾ ക്ലാസിന്റെ ബാക്കിൽ ഇരുന്ന് ബ്ലാക്ക് ബോർഡ് നോക്കുമ്പോൾ അയാൾക്ക് ബോർഡിൽ എഴുതിയൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പൊ എന്താണ് നമ്മൾ പറയാറ്? അതിന് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയാറുണ്ട്. അതിനെന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം? സയന്റിഫിക്കലി അതിന് പറയുന്ന പേരാണ് മയോപ്പിയ. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ സ്ലിറ്റ്സ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആർ എക്സ്പോസ്ഡ് ടു റെഡ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് യെല്ലോ ലൈറ്റ് at a time. The fringe width beta of interference pattern on a screen is decreasing in the order beta red, beta green, beta blue, beta yellow. Okay, അപ്പൊ നമുക്കറിയാം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു λ/d/d. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ലാംഡ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. അപ്പൊ നമുക്ക് വേവ് ലെങ്ത്തിന്റെ എന്താണ്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിനാണ്. അതിനുശേഷമുള്ളത് നമുക്ക് ഗ്രീനിനാണ്. അതിനുശേഷം നമുക്കുള്ളത് ബ്ലൂ ആണ്. അതിനുശേഷം നമുക്ക് യെല്ലോയിനാണ്. അതായത് വിബ്ജിയോ പാറ്റേൺ നമുക്കറിയില്ല. അപ്പം അത് ഫ്രീക്വൻസി ആണ്. അപ്പം നമ്മൾ നേരെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേവ് ലെങ്ത്തിന്റെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ഇൻക്രീസ് ആവുന്നത്? നമ്മുടെ വേവ് ലെങ്ത് ഇൻക്രീസ് ആവുന്നത്. അപ്പം ബീറ്റ ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് തിങ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? beta red is greater than beta green is greater than beta blue is greater than beta yellow. So the correct answer is option number 4. So option number 4 is the correct answer. നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു നോളജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും നമ്മുടെ വേവ് ലെങ്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.
ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? നോക്കാം. The distance between two slits for getting interference pattern is 2 mm. If one slit is covered, diffraction pattern is observed. The width of slit to obtain 20 maxima of double slit pattern within the central maxima of single slit pattern will be. അപ്പൊ നമുക്ക് പറയുന്നത് ഇവിടെ നമ്മളൊരു സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും അതോടൊപ്പം തന്നെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ഒരുമിച്ച് ചെയ്യുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ the width of each slit to obtain 20 maxima of double slit experiment with the central maxima of the single slit experiment എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 20th മാക്സിമ ഓഫ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മുടെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമുക്ക് എന്താ പറയാം, y is direct approximately is equal to lambda d by d. അതോടൊപ്പം തന്നെ for double slit experiment is almost the same, that is lambda l by d. നമ്മുടെ x is equal to lambda l by d. അപ്പം ഇത് രണ്ടും എങ്ങനെ റിലേറ്റ് ആയിരിക്കും എന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 20 മാക്സിമം വരുന്നത് d by d is equal it should be less than or equal to എന്തായിരിക്കണം? 2 lambda by d അല്ലേ? ഇത് നമുക്ക് d അല്ല, ഒന്ന് നമുക്ക് a എടുക്കാം. ഓക്കെ, a എടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോറി, okay, it should be sorry, മാറിപ്പോയി. sorry, so it should be like this. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a should be less than or equal to d by 10 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെയും ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a should be less than 2 mm divided by 10, that is മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? 0.2 mm. കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ നമ്പർ 2. ഇത് നമുക്ക് കുറച്ച് രണ്ട് എക്സ്പെരിമെന്റും, അതായത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും നമ്മൾ റിലേഷൻ എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റും ഇത് നമ്മുടെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ആണ്. ഓക്കെ, സോ എങ്ങനെയാണ്, എന്താ വ്യത്യാസം? ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് രണ്ട് സ്ലിറ്റിന്റെ അകത്തൂടെയാണ് നമ്മുടെ ലൈറ്റ് പോവുക. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ നൽകും. ഓക്കെ, ബട്ട് ഇൻ സിംഗിൾ സ്ലിറ്റ് എന്തായിരിക്കും? നമുക്ക് അവിടെ ഒരു സിംഗിൾ സ്ലിറ്റ് മാത്രമാണ് ഉണ്ടാവുക. പേര് പറഞ്ഞാൽ സിംഗിൾ സ്ലിറ്റ് മാത്രമാണ്. അപ്പൊ നമ്മുടെ ലൈറ്റ് ഇങ്ങനെ പോകുന്നു, സോറി, ലൈറ്റ് സ്ട്രേറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. ലൈറ്റ് ഇങ്ങനെ പോകുന്നു, അത് എന്നിട്ട് ഇവിടുന്ന് ഇത് ഒരു ഡിഫ്രാക്ഷൻ ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് നൽകുന്നു. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ 2, 0.2 mm. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 4 lenses are given to construct an astronomical telescope. The lens which can be used as eyepiece. അപ്പൊ നമുക്ക് ഐപീസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ, ഒരു ലെൻസ് ഐപീസ് ആയി ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? നമ്മൾ പഠിച്ചിരിക്കുന്ന ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? ഐപീസിന് പവർ കൂടുതലും അപ്പർച്ചർ കുറവും. അപ്പം ഐപീസിന് എന്താ സംഭവിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഐപീസിന് എന്ത് സംഭവിക്കണം? അപ്പർച്ചർ കുറവും പവർ കൂടുതലും ആയിരിക്കണം. അതേപോലെ തന്നെ ഒബ്ജക്ട് പീസിന് എന്തായിരിക്കണം? അതായത് ഏറ്റവും എൻഡിലുള്ളത് എന്തായിരിക്കണം? നേരെ തിരിച്ച് അപ്പർച്ചർ കൂടുതലും പവർ കുറവായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഐപീസിന്റെ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഏതിനാണ്? L2-നാണ്. ഏറ്റവും കുറവ് അപ്പർച്ചർ ഉള്ളതും L2-നാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, ലെൻസ് 2. ഓക്കെ, L2. ഓക്കെ, കറക്റ്റ് അല്ലേ? മനസ്സിലായല്ലോ? ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമ്മുടെ പ്രിസം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ്? ദ പ്ലോട്ട് ഷോസ് ദ വേരിയേഷൻ ഓഫ് ആംഗിൾ of deviation with angle of incidence for a triangular prism using the data from graph determine the prism angle. Okay, determine the prism angle. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു നമ്മുടെ എന്താണ്, നമ്മുടെ +2-ലെ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് നമ്മുടെ ലാബ് ചെയ്യുന്ന ഫിസിക്സ് ലാബിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് എന്ത്, നമ്മുടെ ഇൻസിഡന്റ് ആംഗിളും അതോടൊപ്പം തന്നെ അതിന്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ ട്രയാങ്കിൾ പ്രിസത്തിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഇക്വേഷൻ എന്താണ് നമുക്കറിയാം? 2i is equal to a plus angle of deviation. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണ്? ഏറ്റവും മിനിമം ഈ ഒരു പോയിന്റിലുള്ള സാധനമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഏറ്റവും മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നൽകുന്നത്? 42 ഡിഗ്രി. കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? is equal to 52 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
2 into 52 is equal to a plus a എന്താണ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രിസം, നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, അതായത് 42 ഡിഗ്രി. സോ ഇത് എത്ര തരും നമുക്ക്? ഇറ്റ് ഈസ് 104 is equal to a plus 42. സോ നമുക്ക് എത്ര തരും? 62 ഡിഗ്രി. The correct answer is option number 3, 62 degree. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A convex lens is placed in front of a plane mirror. The object is placed at a distance of 20 cm from the convex lens. It is found that the image formed by the combination coincides with the object itself. The focal length of lens. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. അത് നമ്മൾ എന്തിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്? ഒരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ആ പ്ലെയിൻ മിററിന്റെ അതേപോലെ തന്നെ ഈ ഒരു കോൺവെക്സ് ലെൻസിൽ നിന്ന് ഒരു 20 സെന്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് ഇവിടേക്ക് ട്രാവൽ ചെയ്യുന്നു, അത് ഇവിടെ പോയി അടിക്കുന്നു. അതേപോലെ തന്നെ സെയിം പാത്ത് റീട്രേസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യുക, അല്ലേ? അപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കേസ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈ ഒരു പ്ലെയിൻ മിറർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റിന്റെ ഫോക്കൽ ലെങ്ത് സെയിം ആയതുകൊണ്ടാണ്, ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? അവിടെ ക്ലിയർ ഇമേജ് കിട്ടുന്നത്, ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. സോ ദ ഓപ്ഷൻ നമ്പർ 4 ഇസ് എ റൈറ്റ് ആൻസർ. അത് 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ഫോക്കൽ ലെങ്ത്. ഇതും നമ്മുടെ ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ പ്ലസ് 2 ക്ലാസ് 12 നമ്മുടെ ഫിസിക്സ് ലാബിൽ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊരു ഇൻ കോണ്ടാക്ട് വിത്ത് നമ്മുടെ ഒരു പ്ലെയിൻ മിററിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആൻസർ കിട്ടുക. ഇങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ നമുക്ക് നടത്താൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിനോമിന ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ പോകുന്നു, അവിടെ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. ഇവിടുന്ന് ടോട്ടലി ഇന്റേണലി റിഫ്ലക്ട് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഓക്കെ, രണ്ട് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ബട്ട് ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ? അത് എവിടെയാണ് നടക്കുന്നത്? അപ്പം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അത് നടക്കുന്ന കുറച്ച് കേസസ് എന്താണ്? ഒബ്വിയസ്ലി നമ്മുടെ റെയിൻബോയിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. കാരണം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡ്രോപ്ലെറ്റും ഓരോ പ്രിസമായിട്ട് ആക്ട് ചെയ്യും, അല്ലെ? അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് നമുക്ക് പ്രിസത്തിലും റെയിൻബോയിലും എന്തായാലും കാണാൻ പറ്റും. ഇനി നമുക്ക് എൻഡോസ്കോപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലൈറ്റ് നമ്മളിൽ ഒരു ട്യൂബിലൂടെ കടത്തി വിടുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ട്യൂബ് ആണെങ്കിൽ ആ ലൈറ്റ് ഇവിടെ തട്ടി ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ അത് നടന്നു ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എൻഡോസ്കോപ്പിയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം എൻഡോസ്കോപ്പിയും ഇതേ സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് നടക്കുന്നത്. ബട്ട് ഷൈനിങ് ഓഫ് സോപ്പ് ഫിലിം, നമ്മൾ സോപ്പ് ഫിലിം കിടക്കുന്ന അതിന് മുകളിൽ ലൈറ്റ് ഇങ്ങനെ പല തരത്തിലുള്ള റെയിൻബോ ഫോർമേഷൻ ഒക്കെ പോലെ നമുക്ക് തോന്നുമല്ലോ. അതിന് കാരണമാകുന്നത് എന്താണ്? ഇന്റർഫെറൻസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3. ഇത് നമുക്കൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് ഷൈനിങ് ഓഫ് സോപ്പ് ഫിലിം എങ്ങനെയാണ് നമുക്ക് അറിയുമെങ്കിൽ ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിച്ചിരിക്കണം. അതിലുള്ള കുറെ ചില ബോക്സിലൊക്കെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവിടെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്ക് ഡിഫറെന്റ് കുറെ ഒബ്സർവേഷൻ ഉണ്ട്. അതായത് സ്കൈ റെഡ് കളർ ആവുന്നത് എന്തുകൊണ്ട്, മിറാഷ് എന്തുകൊണ്ട് സംഭവിക്കുന്നു, സൺറൈസ് നേരത്തെ ആവുന്നത് എന്തുകൊണ്ട്, അതേപോലെ തന്നെ തിൻ ഫിലിമിന് കളർ വരാൻ കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ എന്താണ് അതിന്റെ കോസ് അതിന്റെ കോസ് എന്നാണ് വയ്ക്കുന്നത്. ഇപ്പൊ റെഡ് കളർ ഓഫ് സ്കൈ അറ്റ് ഡോൺ എന്തുകൊണ്ടാണ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാരണമാണ്, അല്ലെ? സോ ഇത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. മിറാഷ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? മിറാഷ് സംഭവിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. ഓക്കെ, അതായത് നമ്മള് ഇവിടെ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു നമ്മള് ചൂടുള്ള റോഡിന്റെ മുകളിൽ പോകുമ്പോൾ അവിടെ ഒരു വെള്ളക്കെട്ടുള്ള പോലെ തോന്നലില്ലേ? ആ സംഭവം എന്ന് വെച്ചാൽ അതാണ് മിറാഷ്. പിന്നെ അഡ്വാൻസ് സൺറൈസ് ഉണ്ടാകാൻ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണമാണ്. ഓക്കെ, ആൻഡ് ദ കളർ ഓഫ് തിൻ ഫിലിം, അത് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായാലും സോപ്പ് ഫിലിമിന് ഉണ്ടായ അതേ കാരണം ഇന്റർഫറൻസ്. സോ ദ ഓപ്ഷൻസ് ആർ A3, B4, C2 and D1. A3, B4, C2 and D1. Option number 4 is the right answer. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് ചെയ്യണമെന്നില്ലായിരുന്നു. നമ്മൾ ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുമായിരുന്നു. ബി മാത്രം ഈ രണ്ടെണ്ണത്തിന് നമുക്ക് ആൻസർ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടേണ്ടതാണ്. ഈസി ആസ് ദാറ്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ.
നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ് ഓഫ് എനർജി കോൾഡ് photons. Which of the following statement is not true about photon? Each photon has a momentum of p is equal to h nu by c. അതെ, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്, h nu by c. അടുത്തതായിട്ട് പറഞ്ഞിരുന്നത് photons are deflected by electric field and magnetic field. അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത 3ലേക്ക് കടക്കാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. അതെന്താണ് കാരണം? ഒരു സർഫസിൽ കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോസ് തട്ടുമ്പോഴാണ് അവിടെ ഇന്റൻസിറ്റി കൂടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ നമ്പർ 3 കറക്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഫോട്ടോൺസ് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കാരണം ഡിഫ്ലക്ട് ആവാറില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോൺസിന്റെ പ്രോപ്പർട്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇത് നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇത്രയും ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കിയിരിക്കുന്നത് ലൈറ്റ് ഒപ്റ്റിക്സ് എന്ന ടോപ്പിക് വെച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഈസിയർ ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിലും കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചിരിക്കുന്നത്. കുറച്ച് എക്സ്പെരിമെന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു 6 to 7 റേറ്റിംഗ് കൊടുക്കാം. ഡിഫിക്കൽട്ടി റേറ്റിംഗ് ഭയങ്കര സിമ്പിളും അല്ല, മീഡിയോക്കർ ആണ് നമ്മുടെ പേപ്പർ. അപ്പം ഈ ഒരു ലെവൽ ഓഫ് പേപ്പർ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, എക്സ്പെക്ട് ചെയ്യണം. കുറച്ചുകൂടി കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഇങ്ങനത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് പ്രപ്വൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഈ പ്രപ്വൈസിൽ തന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും തന്നെ ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് അതായത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് CUET പോലത്തെ ഒരു എക്സാം, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളെ തുടർ പഠനത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയവർ തന്നെ സഹായിക്കുന്നത് വളരെ നല്ലതല്ലേ. അപ്പം അങ്ങനത്തെ എല്ലാ സഹായങ്ങളും നമ്മുടെ CUET തരുന്നതാണ്. അതേപോലത്തെ പ്രൊപ്പൈസും തരുന്നതാണ്. നിങ്ങൾ CUET 2023 പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പം പ്രിപ്പറേഷൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രൊപ്പൈസിന്റെ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് കിട്ടും. ടോപ്പിക് ടെസ്റ്റ്, ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. ലൈവ് ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും CUETയുടെ പേപ്പേഴ്സും അതേപോലെ തന്നെ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇട്ട് ഒരു ഫുൾ ലെങ്ത് പേപ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ സഹായിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒരു സെറ്റ് ഓഫ് പീപ്പിൾ, കുറച്ച് പേര് നിങ്ങളെ പുറകെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ഉണ്ടാവും. അവർ നിങ്ങളെ തുടർച്ചയായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ഇപ്പം 2023 CUET എഴുതാൻ താല്പര്യമുള്ള ഒരാളാണ്, അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതെന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക. അതിൽ മെമ്പർ ആയിട്ട് നിങ്ങൾക്ക് CUET 2023 അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ +2 പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ CUET 2023, +1 പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ CUET 2024 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ താഴെ കാണും. അത് തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് CUET പോലത്തെ പലതരം എക്സാംസിന്, ഐസർ, IIT, CUET അങ്ങനെ പല എക്സാംസിനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രപ്വൈസ്. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും യഥാസമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഫിസിക്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. സയൻസ് മാത്രമല്ല, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ആ കോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്നുള്ള അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ ഉള്ള എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന CUET എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രപ്വൈസ്. അപ്പൊ നിങ്ങളെ CUET പഠനങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. See you later. Goodbye. ഹായ് ഓൾ. സോ ടാർഗറ്റ് CUET 2023 ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിന്റെ 4ാമത്തെ സെഷനാണ് നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പൊ ടാർഗറ്റ് CUET എന്തിന് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് CUET പറഞ്ഞ എക്സാം ജസ്റ്റ് കഴിഞ്ഞ വർഷം 2022 സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സാമാണ്. അതിന് മുന്നേ
CUCET എന്ന് പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രമായിട്ട് നടത്തിയിരുന്ന ഒരു എക്സാമിനെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അഡ്മിഷൻ നേടിത്തരുന്ന ഒരു എക്സാം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം JNU പോലത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്ന ഒരു എക്സാം ആണ് CUET. അപ്പം 2022 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ലൈക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം 2023 നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് CUET 2023 പറഞ്ഞിട്ടുള്ള ഒരു സെഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു സബ്ജക്ട് എടുത്ത് അതിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്ത് അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഫിസിക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇനി CUET പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 2023 CUET എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് Prepwise നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സുകൾ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 2023 എഴുതുന്നത്, അതായത് ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് കയറാൻ വേണ്ടി ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതോടൊപ്പം തന്നെ ഇനി 2024 നിങ്ങൾ CUET എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് ആ +1 സ്റ്റുഡൻസിന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോഴേ ഒന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പും അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. CUET ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ആ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് CUETയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ Prepwiseന്റെ കോഴ്സിന്റെയും ബാക്കി കാര്യങ്ങളുടെയും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ട് രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് യൂഷ്വലി JEE, NEET പോലത്തെ എക്സാംസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം. അവരൊക്കെ കുറച്ച് മുന്നേ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങളും ഓൾറെഡി ഇതിലേക്ക് CUETക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്യുവർ സയൻസ് അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളുടെ കരിയർ വിഷൻ എങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ താമസിപ്പിക്കാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫിസിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് de Broglie wavelength associated with an electron accelerated through a potential difference of 10⁴ volts is എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ലൈക്ക് +2 ചാപ്റ്റേഴ്സിന് ലാസ്റ്റ് ഭാഗങ്ങളിലേക്കാണ്, നമ്മുടെ വേവ്സിന്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. അതേപോലെ തന്നെ ആറ്റംസ്, ന്യൂക്ലിയയുടെ ഭാഗത്തേക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.23 × 10⁻⁹ മീറ്റർ, 10⁻10 മീറ്റർ, 11 മീറ്റർ, 12 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു ടേമിനാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് de Broglie വേവ് ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം. ലാംഡ ഇസ് ഈക്വൽ ടു h/Planck's constant by momentum. സോ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ടേംസിലേക്ക് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഒരു ടേംസിലേക്ക് നമുക്ക് എഴുതുവാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ആണ് 2meV. ഓക്കെ, de Broglie വേവ് ലെങ്ത്തിന്റെ മറ്റൊരു ഫോം ആണ് ഇത്. ഇതിൽ നമുക്ക് വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഞാനും അതിന്റെ ഒപ്പം തന്നെ ചെയ്യാം. ലാംഡ ഇസ് ഈക്വൽ ടു h എത്രയാണ് നമുക്കറിയാം, 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ √2 × മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയായിരുന്നു, 9.1 × 10⁻31 into 1.6 × 10⁻19 into 10⁴ volts ആണ് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ലാംഡ വിൽ ബി ഈക്വൽ ടു 6.6 ഡിവൈഡഡ് ബൈ 5. ഇത് ഈ എല്ലാ കോൺസ്റ്റൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5.4 into 10⁻34 ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാതും കൂടി കൂടുമ്പോൾ -31 + -19 10⁻4. So this -31 + -19 will be -50 into 10 into +4 എത്രയായിരിക്കും,
46. അതിന്റെ റൂട്ട് എടുക്കുമ്പം ഡിവൈഡഡ് ബൈ 2, സോ ദാറ്റ് വിൽ ബി 10⁻23. ഓക്കെ, നമുക്ക് ഇവിടെ 10⁻23 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10⁻34 plus 23, that will be equal to -11. So option number 3 is the right answer. Okay, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ അതിന്റെ പവേഴ്സ് മാത്രം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് കിട്ടുന്നതാണ്. ഓപ്ഷൻ നമ്പർ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആയിട്ടുള്ള നമ്മുടെ ത്രഷോൾഡ് വേവ് ലെങ്ത് ആൻഡ് നമ്മുടെ ലൈക്ക് ആ ഒരു പാർട്ട് എന്നാണ് വരുന്നത്, ഫോട്ടോ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആ പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. A radiation of wavelength lambda less than lambda naught, the threshold wavelength, incident on a photosensitive metal surface. The plot shows the variation of stopping potential 1 by lambda, stopping potential with 1 by lambda using the graph value of Planck's constant എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഈ ഗ്രാഫിൽ നമുക്കറിയാം EV is equal to HV frequency minus HV2 എന്ന് പറയാം. ഇത് നമുക്ക് if this is the stopping point threshold ആണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്? E into Y is equal, like ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രീക്വൻസി എന്താണ്? സോ ദിസ് വിൽ വി ക്യാൻ റൈറ്റ് ആസ് C by lambda അല്ലേ? C by lambda നമ്മൾ C by lambda എന്ന് എഴുതി. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് V വേഴ്സസ് 1 by lambdaന്റെ ഗ്രാഫാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Y is equal to mx plus c ആണെങ്കിൽ നമുക്ക് ഈ ഒരു അതും ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അത് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ V is equal to m into 1 by lambda plus some c naught എന്നിടാം. ഇവിടെ c naught എന്നിടാം. ഓക്കെ, അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്യാം. ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m is equal to hc by e എന്ന് കിട്ടും അല്ലേ? hc by e എന്ന് കിട്ടും. സോ ഇവിടെ എന്താണ് ഇതിന്റെ സ്ലോപ്പ് ആണ് എന്ത്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു m. അപ്പം ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു hc by e എന്ന് കിട്ടി. സോ സ്ലോപ്പ് എന്താണ്? y by x ആണ്. സോ y is b by a is equal to hc by e. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? hc by e is equal to b by a implies h is equal to be by ac. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അടുത്ത ക്വസ്റ്റ്യൻ ബോർസ് മോഡൽ ആറ്റം മോഡലിൽ നിന്നാണ്. Bohr's atom model is applicable for hydrogen atom, helium, singly ionized helium, lithium, doubly ionized lithium. Choose the correct option from the below. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ബോർസ് മോഡൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ ആറ്റംസ് എന്താണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ പോയിന്റ് ആണ്, സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ആണ് ബോർസ് ആറ്റം മോഡൽ ഫോളോ ചെയ്യുക. ലൈക്ക് ഒരു സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ഉണ്ടെങ്കിൽ ലൈക്ക് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ് ബോർസ് ആറ്റം മോഡൽ ഫോളോ ചെയ്യുക. സോ ഹൈഡ്രജൻ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവും. ഈ ഹൈഡ്രജൻ പോലത്തെ സാധനം എന്ന് പറയുമ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ഉള്ളത്. ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? He+. അതിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് എന്ത് പറയാം? C ഉണ്ടാവും. ലിഥിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതേപോലെ 2 ഇലക്ട്രോൺ ഉണ്ട്. 3 ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് ഡബ്ലി അയണൈസ്ഡ് ലിഥിയം എന്ന് പറയുമ്പോൾ Li2+, അതിന് 1 ഇലക്ട്രോൺ ഉണ്ടാവും. സോ A, C and E will be our right answer. Option number 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോമ്പണൻസ് ആണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്യൂവൽ, കൺട്രോൾ റോഡ് തന്നിട്ടുണ്ട്, മോഡറേറ്റർ, കൂളന്റ്, അതിന്റെ ഒക്കെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂവൽ എന്താണ്? യുറാനിയം 239 നല്ലൊരു ഫ്യൂവൽ ആണ്. സോ വി ക്യാൻ ഡയറക്ട്ലി സേ A is 3. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബി എന്താണ്? ഒരു കൺട്രോൾ റോഡ്. യൂഷ്വലി കാഡ്മിയം ഒരു കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ്. മോഡറേറ്റർ യൂഷ്വലി എന്താണ്? ഒരു നമ്മുടെ ഡ്യൂട്ടീരിയം ലൈക്ക് ഹെവി വാട്ടർ ആൻഡ് കൂളന്റ് യൂഷ്വലി യൂസ് ചെയ്തിരിക്കുന്നത് H2O ആണ്. ഓക്കെ, സോ 1,
let me check. 1 A 3 ആവുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ B 4 C2 C1 and D2 ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് in the spectrum of hydrogen the longest wavelength for Lyman series or Lyman അല്ല, Lyman series ആണ്, Lyman series to longest wavelength of Balmer series is Balmer series. So നമ്മുടെ നമ്മുടെ ഹൈഡ്രജൻ സീരീസ് എന്തായിരുന്നു? n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5. n is equal to 1 ൽ നിന്ന് പോകുന്നത് നമ്മൾ പറയുന്ന സാധനമാണ് ലൈമൻ സീരീസ്. n is equal to 2 ൽ നിന്ന് പോകുന്നത് നമ്മൾ ബാൽമർ സീരീസ് എന്ന് പറയും. അതിന്റെ മുകളിലോട്ടുള്ളത് പാസ്റ്റൻ സീരീസ്, അതിൽ നിന്ന് മുകളിലോട്ടുള്ളത് നമ്മൾ ബ്രാക്കറ്റ് സീരീസ്, അതിന്റെ മുകളിലോട്ട് നമ്മൾ പിഫണ്ട് സീരീസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ n is equal to 1, n is equal to 2, 3, 4 and 5. Let it be like this. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പോകുന്ന വേവ് ലെങ്ത്തുകളുടെ ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ജസ്റ്റ് മുകളിലത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനാണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉണ്ടാവുക. സോ കൻ സേ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതും ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതുമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഇതിന് രണ്ടിന്റെയും റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എനർജി എന്താണ്? E2 മൈനസ് E1 എന്താണ്? E2 മൈനസ് E1 is equal directly proportional to 1 by N1, so N1 square plus 1 by N2 square. Sorry, minus 1 by N1 square plus 1 by N2 square. That will be 1 by N2 square minus 1 by N1 square. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 by 2 square, that is 4 minus 1, that is equal to, ഇപ്പം നമ്മുടെ ലൈമൻ സീരീസിലുള്ള എത്ര ആയിരിക്കും? മൈനസ് 3/4. ഓക്കെ, സിമിലർലി ഫോർ E3 ആൻഡ് E3 വരുമ്പോൾ എത്രയായിരിക്കും? അതായത് നമ്മുടെ 2ൽ നിന്ന് 3ലേക്ക് പോകുന്ന കേസ് എന്തായിരിക്കും? E3 മൈനസ് E2 വിൽ ബി 1/9 മൈനസ് 1/4. സോ ദാറ്റ് വിൽ ബി 5/36 മൈനസ് 5/36. രണ്ടും നമ്മൾ അതിനെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് വിൽ ബി മൈനസ് 3/4 divided by 5/36 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് will get, this will be 9, it will be 3 into 7, so it will be 27/5. so അതിന്റെ നേരെ അപ്പോൾ 27/5 our correct answer is, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാംഡ L by ലാംഡ B ആണ്. so that will be ലൈമൻ സീരീസിന്റെ എനർജിന്റെ റേഷ്യോ എന്താണ്? എനർജിയുടെ റേഷ്യോ EL by EB എത്രയാണ്? 27/5 ആണ്. നമ്മൾ ഇതാണ് വെച്ചത്, ലൈക്ക് E is directly inversely proportional to lambda. സോ അതിന്റെ നേരെ ഇൻവേഴ്സ് എടുക്കാം. 5/27 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റിൽ നമുക്ക് ലിസ്റ്റ് 1ൽ നമുക്ക് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, റുദർഫോർഡ് എക്സ്പെരിമെന്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടി. 1 അത് ചെയ്തിരിക്കുന്ന റുദർഫോർഡ് ആണ്. റുദർഫോർഡ് എക്സ്പെരിമെന്റ് എന്നാണ് അതിൽ നമ്മൾ പറയാറ്. അടുത്തത് സ്പെക്ട്രൽ സീരീസ് ആരാണ് നോക്കിയതുള്ളത്? അതിന്റെ മൂന്നാമത്തത് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ, നാലാമത്തത് ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ. ഓക്കെ, നമുക്ക് സ്പെക്ട്രൽ സീരീസ് ആരാ തന്നിരിക്കുന്നത്? നമുക്കറിയാം, ദാറ്റ് ഈസ് ബൈ ബാൽമർ. സ്പെക്ട്രൽ സീരീസ് കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് ബാൽമർ ആണ്. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പിന്നെ ന്യൂക്ലിയർ ഫിഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻറിക്കോ ഫെർമി, നമ്മൾ ഫെർമിയിലാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷന്റെ വാല്യൂസ് ഒക്കെ പറയാറുള്ളത്. ഓക്കെ, സോ ദിസ് വിൽ ബി A3 B1 C4 and D2. ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്, according to binding energy curve, arrange the following elements in the ascending order of binding energy per nucleon എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൽ എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ അസെൻഡിങ് ഓർഡർ വെച്ചാൽ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതണം. ഓക്കെ,
സോ നമുക്ക് ബൈൻഡിങ് എനർജി കർവ് എന്താന്ന് ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു ബൈൻഡിങ് എനർജി കർവ്? നമുക്ക് സാധാരണ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ the energy required, average binding energy divided by number of nucleons ഉള്ളത് number of nucleons, and this is binding energy. Okay, ഇതിന്റെ ഗ്രാഫ് is somewhat like this. ഇങ്ങനെ ഒരു ഹൈറ്റിലേക്ക് പോയിട്ട് പിന്നെ അതിന് താവുന്നു. ഈ ഏറ്റവും മുകളിലുള്ള സാധനം നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, അത് 56 ലൈക്ക് അയൺ ആയിരുന്നു. പിന്നെ ഈ അറ്റത്തേക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് യുറേനിയം, ആൻഡ് മൊളിബ്ഡനം ഓൾസോ വാസ് ലെസ് ദാൻ, അതായത് ഏറ്റവും കൂടുതലുള്ളത് അയണിനാണ്, അതിനുശേഷം ആണ് മൊളിബ്ഡനം വരുന്നത്. സോ മൊളിബ്ഡനം ക്യാൻ ബി ഓവർ ഹിയർ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഏറ്റവും കുറവ് ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ 3 വിൽ ബി ഓവർ ഹിയർ. ഹൈഡ്രജൻ, അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ട്, നമ്മുടെ ലിത്തിയവും ഉണ്ടാവും. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത് ലൈക്ക് ഏറ്റവും അയൺ ആണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ഏറ്റവും കൂടുതൽ Fe ആണ്. അപ്പൊ നമ്മൾ Fe അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ ഇ ആയിരിക്കും. പിന്നെ വരുന്നത് ഡി ആണ്. പിന്നെ വരിക ബി ആണ്. പിന്നെ അത് വരിക സി. സോ സി ബി ഡി ഇ എ എന്നുള്ള ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ 2. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ബൈൻഡിങ് എനർജി കർവ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് NCERT അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഈ ബൈൻഡിങ് എനർജി കർവ്. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ആ കാര്യം നിങ്ങൾക്ക് അയൺ ആണ് കൂടുതൽ ഉള്ളതെങ്കിൽ എന്ന് അറിയുന്നെങ്കിൽ നമുക്ക് ആകെ ഇവിടെ ഒരൊറ്റ ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ, കൺഫ്യൂഷൻ ചെയ്യിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ കാണിക്കുന്ന അയണിന് മാത്രമാണ്. ഓപ്ഷൻ എ നമുക്കത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ. അതിന്റെ രണ്ട് അയൺ കൂടുതൽ വരുന്നിട്ടുള്ള ഓപ്ഷൻ ഒന്നും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് അയൺ ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 nuclei with mass number 216 and 64 have radii R1 and R2 respectively. Then the ratio of R1 by R2. The mass number റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ R0 നമ്മുടെ എംപെരിക്കൽ കോൺസ്റ്റന്റ് R0 a⁻1/3 is equal to R is equal to R0 a⁻1/3. So this is the like നമ്മുടെ റിലേഷൻ. നമ്മുടെ റേഡിയസും നമ്മുടെ മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സോ വി ക്യാൻ റൈറ്റ് R1 by R2 will be equal to a1/1/3 divided by a2/1/3. So this is a1 എത്രയാണ്? 216/1/3. 216/1/3 divided by 64/1/3. എന്തിന്റെ ക്യൂബാണ് 64? 4ന്റെ ക്യൂബ്. 64, yes, 4ന്റെ ക്യൂബാണ് 64, ആൻഡ് 6ന്റെ ക്യൂബാണ് 216. So 6/4 it is equal to 3/2. The correct option is option number 1. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ മാത്രം അറിഞ്ഞിരിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലീസ്റ്റ് length of wire antenna required for effective transmission of signal of frequency 1 megahertz is given by. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇതെത്രയാണ്? ഫ്രീക്വൻസി mu is equal to 1 megahertz. Okay, it's given that is 10⁶ hertz അല്ലേ? അത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് വേവ് ലെങ്ത് എന്താ കണ്ടുപിടിക്കുക? ലാംഡ is equal to c/mu. So from here wave length will be equal to 3 into 10⁸ divided by 10⁶. That will be equal to 300 meter. Okay, നമുക്ക് വേവ് ലെങ്ത് കിട്ടി. വേവ് ലെങ്ത്തും കിട്ടി. നമുക്ക് ഒരു ആന്റിനക്ക് അതിന്റെ ട്രാൻസ്മിഷൻ ഫ്രീക്വൻസി ലൈക്ക് ആന്റിന ലെങ്ത് വിൽ ബി അപ്രോക്സിമേറ്റ്ലി λ/4 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ 300/4 എത്ര ആയിരിക്കും? അപ്രോക്സിമേറ്റ്ലി ദാറ്റ് വിൽ ബി 300/4. That will be equal to 75 meter. Option number 4 is the right answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ അറിയാം? ഫോർ എഫക്റ്റീവ് എഫിഷ്യന്റ് റേഡിയേഷൻ റിസപ്ഷൻ ആൻഡ്
ട്രാൻസ്മിഷൻ നമുക്ക് ഒരു ആന്റിനയുടെ ലെങ്ത് ഷുഡ് ബി λ/4 അല്ലെങ്കിൽ ദ വേവ് ലെങ്ത് ബൈ 4 ആയിരിക്കണം എന്നാണ് പറയാറ്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ കറക്റ്റ് ആൻസർ ഈസ് 75 meters. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദി ഡേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഓഫ് എ സിഗ്നൽ ക്യാൻ ബി ചേഞ്ച് ത്രൂ. ആ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിന് പേരാണ് മോഡുലേഷൻ. ഓപ്ഷൻ നമ്പർ 2, കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. നമ്മൾ മെയിൻലി ലാസ്റ്റ് മോഡേൺ ഫിസിക്സ് ഭാഗത്തു നിന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ആ പാർട്ടിൽ നിന്നാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പറയാം അതൊരു ഭയങ്കര ടഫ് അല്ല. നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ, കുറച്ച് ഗ്രാഫുകൾ, നമ്മുടെ ബൈൻഡിങ് എനർജി കർവ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് അപ്പം ടെക്സ്റ്റിലുള്ള പല റിലേഷൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ റിലേഷൻസ് പ്രൊവൈഡഡ് ദാറ്റ് യു നോ ദ റിലേഷൻസ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് CUET 2022 ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും അപ്പൊ നമുക്ക് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മോഡറേറ്റ്, ഒരു അത്ര ടഫും അല്ല, ഭയങ്കര ഈസി അല്ല. നമുക്ക് ഈ റിലേഷൻസ് ഒക്കെ അറിയുന്നതുകൊണ്ട് വളരെ എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻസും കാര്യങ്ങളൊക്കെ പക്കായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ഇനി 2023 അല്ലെങ്കിൽ 2024 CUETക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും Prepwiseന്റെ കോഴ്സ് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സഹായിയായിട്ട് കൂടെ നിൽക്കാൻ ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇനി 2023 CUETക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു +2 സ്റ്റുഡന്റ് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും CUETയുടെ അപ്ഡേറ്റ്സും കിട്ടണമെങ്കിൽ ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഇട്ട് താഴെ അതിൽ ജോയിൻ ചെയ്യുക. ഇനി 2024 മറ്റൊരു ലിങ്ക് ഇട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിലും ജോയിൻ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്. ഹലോ ഓൾ, അപ്പം ടാർഗറ്റ് CUET 2023 ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആണ് നോക്കുന്നത്. CUET ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് നടത്തിയത്. അപ്പം അധിക പേർക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്നൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ Prepwise നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്. ഞാനിപ്പം ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് ആണ്. സോ ടാർഗറ്റ് CUET 2023 ആയിട്ട് കുറച്ച് എലാബറേറ്റ് ചെയ്ത് തരാം. അപ്പൊ ടാർഗറ്റ് CUET 2023 മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അതായത് അടുത്ത വർഷം, അതായത് 2023 CUETയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക. അവർക്ക് അവരുടെ സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ പഠിക്കണം, അതിന്റെ ടിപ്സ് ട്രിക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ CUET നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആരെങ്കിലും 2023 CUET എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും CUETനെ കുറിച്ച് മനസ്സിലാക്കാനും ഓരോ അപ്ഡേറ്റ്സ് അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ 2024 നിങ്ങൾ ഒരു +1 സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും അവസരമുണ്ട്. മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, അതിൽ ചേരുക. അപ്പൊ നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് ആ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് Prepwiseന്റെ കോഴ്സസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. നമുക്കിനി നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ 2022 CUETയിൽ ഫിസിക്സ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരു 4 സെഷൻസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി 5ാമത്തെ സെഷനാണ് ഇന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക്
അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് പാരഗ്രാഫ് ആദ്യം വായിച്ചു തുടങ്ങാം. According to Ohm's law, current flowing through a conductor I is directly proportional to the potential difference V across the conductor provided physical conditions of the conductor remains the same. അതായത് Ohm's law പ്രകാരം current flowing through a conductor is directly proportional to potential difference. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ സെയിം ആണെങ്കിൽ ദ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് ലെങ്ത് എൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആൻഡ് ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് കണ്ടക്ടർ. The slope of graph between potential difference V and current I gives the resistance. നമുക്ക് നമ്മുടെ ഒരു പൊട്ടൻഷ്യലും കറണ്ടും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിന്റെ സ്ലോപ്പ് നമുക്ക് റെസിസ്റ്റൻസ് തരുന്നതാണ്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. The resistance is the opposition offered by the conductor to the flow of current, and it depends on length, area of cross section and the nature of the material. Resistors can be combined in series as well as in parallel combinations. In series combination, equivalent resistance of circuit increases, while in parallel combination, equivalent resistance decreases. Identify the material whose resistivity decreases with increase in temperature. So ഈ പാരഗ്രാഫ് ബേസിക്കലി നമുക്ക് പറഞ്ഞു തരുന്നത് ഓംസ് ലോ എന്താണ്, അതിന്റെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നത്, അതിന്റെ ഏരിയ എഫക്ട് ചെയ്യും, ലെങ്ത് എഫക്ട് ചെയ്യും, നേച്ചർ ഓഫ് മെറ്റീരിയൽ എഫക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ പാരലൽ ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴും അതുപോലെ പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഐഡന്റിഫൈ ദ മെറ്റീരിയൽ ഹൂസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഈ ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റിവിറ്റി കുറയുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമ്മൾ താഴെ തന്നിരിക്കുന്നത്. അലൂമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് റെസിസ്റ്റിവിറ്റി യൂഷ്വലി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുന്നത് യൂഷ്വലി സെമി കണ്ടക്ടേഴ്സിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ വി ഹാവ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 1 ബി ആൻഡ് ഇ ഓൺലി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെയും സെയിം പാരഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്, ബട്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമുക്ക്. പാരഗ്രാഫ് നമ്മൾ കുറച്ച് മുന്നേ വായിച്ചതായതുകൊണ്ട് തന്നെ. ഓക്കെ, വി ആർ സ്കിപ്പിംഗ് ഇറ്റ് ഡയറക്ട്ലി ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ബൈ സ്ട്രെച്ചിങ്. അപ്പൊ അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എത്രയായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസിലെ പെർസെന്റേജ് ഇൻക്രീസ് ഇഫ് ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഓക്കെ, നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലെ? റോ എൽ ബൈ എ ആണ്. അപ്പൊ റോ എന്താണ്, എൽ എന്താണ്, എ എന്താണ്? അപ്പൊ നമുക്ക് 20% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ലെങ്ത് 20% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏരിയ റിമൈൻസ്, നമ്മൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ആർ ഇസ് ഈക്വൽ ടു ഇത് കിട്ടി. നമുക്ക് R1 ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 1.2 L ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1.2 L. ബിക്കോസ് അവിടെ നമുക്ക് ഏരിയ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. 1.2 ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. കാരണം ഇത് 1.2 എങ്ങനെ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 100 plus 20% divided by 100, so it will be 1.2. ഓക്കെ, അത്ര ശതമാനം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പം ആ ഒരു കേസിൽ നമുക്ക് 1.2 ഡിവൈഡഡ് ബൈ 1.2 L ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ 1.2, ദിസ് വിൽ ബി ഈക്വൽ ടു 1.44 R. സോ 1.44 R ആണ്. അപ്പൊ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു? നമ്മൾ R1 മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു 100, 1.44 minus 1 divided by 1 into 100 will be equal to 44%. The correct answer will be option number 3. Okay, so നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതായത് നമ്മൾ ഇവിടെ
എന്തുകൊണ്ട് ഇവിടെ a/2 ഇത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ AL ഷുഡ് ബി ഈക്വൽ ടു A'(L') അതുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ബൈ 1.2 വരുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, 44%. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനും സെയിം പാരഗ്രാഫ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, 2 റെസിസ്റ്റൻസ് 2 ohm and 3 ohm are connected in parallel and a resistance of 1 ohm is connected in series with the combination. Equivalent circuit ന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് വരച്ചു നോക്കാം. അതായത് 2 ഓമിന്റെയും 3 ഓമിന്റെയും റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് നോക്കാം. 2 ഓമിന്റെ 3 ഓമിന്റെ പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 1 ഓമിന്റെ റെസിസ്റ്റൻസ് കൂടി ഉണ്ട്. സോ ദിസ് വിൽ ബി 2 ohm, this will be 3 ohm, this will be 1 ohm. ഓക്കെ, ഇത് നമ്മൾ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പാരലൽ ആയിട്ടുള്ള സോൾവ് ചെയ്യാം. അപ്പൊ പാരലൽ ആയിട്ടുള്ള 1/R ഇക്വലന്റ് ഈക്വൽ ടു 1/2 പ്ലസ് 1/3. അപ്പം R ഇക്വലന്റ് എത്രയാണ് നമ്മൾ ഈ കേസിൽ? ഇറ്റ് വിൽ ബി 6/5 ഓം. ഇനി നമ്മൾ ഈ 6/5 ഓമും 1ഉം നമുക്ക് എന്താണ് പാരലൽ ആണ്, സോറി സീരീസ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 6/5 plus 1 will be equal to 11/5 ohm. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ നമ്പർ 1. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സീരീസ് പാരലൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അവിടെ സോൾവ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും നമുക്ക് സെയിം പാരഗ്രാഫ് ആണ്. ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ resistor is 27 into 10⁴. 27 into 10⁴ plus or minus 10 ohm consisting of the following colors. Arrange them in the order. ഇത് നമ്മുടെ നമുക്ക് എന്തൊക്കെയാണ് കളേഴ്സ് എന്നത്? യെല്ലോ, വയലറ്റ്, റെഡ് ആൻഡ് സിൽവർ. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ്. അപ്പൊ നമുക്ക് അറിയാം കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിങ്ങിന്റെ ഓരോ കളറിനും എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് നമുക്കറിയാം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി നോ ദാറ്റ് റെഡ് എന്ന് പറയുന്നത് 2 ആണ് ആൻഡ് 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വയലറ്റ് 7 ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 10⁴ എന്ന് പറയുന്നത് നമുക്ക് യെല്ലോ ആണ്. അതോടൊപ്പം തന്നെ പ്ലസ് ഓർ മൈനസ് 10% എന്ന് പറയുന്ന സിൽവറിന്റെ കോഡാണ്. സോ സിൽവർ കോഡ്സ് പ്ലസ് ഓർ മൈനസ് 10 ohm. ഓക്കെ, 10% ohm. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി വാട്ട്? CBAD. So CBAD. Okay, correct answer will be option number 4. നമുക്ക് ഈ കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിന്റെ ചാർട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ക്വസ്റ്റ്യനിലും എന്താണ് ഇവിടെ വരുന്നത്? സെയിം പാരഗ്രാഫ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദ കറന്റ് ഡ്രോൺ ഫ്രം ദ സെൽ in the given circuit is 9 amps. The value of current drawn when the key is open. Okay, ഇവിടെ കീ ക്ലോസ് ചെയ്ത സമയത്ത് ഇതിന്റെ കീ ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടുണ്ട്. അപ്പം അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 1/R equivalent will be equal to 1/R plus 1/R plus 1/R. That will be 3/R. അതായത് അവിടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? R equivalent is equal to R/3. നമുക്ക് വേറൊരു കാര്യമാണ്, V is equal to IR എന്നറിയാമോ ഓംസ് ലോ പ്രകാരം. സോ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് V is equal to 9 into R/3. സോ V is equal to 9 into R/3 എന്ന് കിട്ടി. ഇതപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3R എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പൊട്ടൻഷ്യൽ എത്രയാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആയിരിക്കും? ഈ ഒരു പാർട്ട് എന്തായി ക്യാൻസൽ ആയി. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പം അതില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള ഇക്വലന്റ് സർക്യൂട്ട് എന്താണ്? 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്. 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആകുമ്പോൾ നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര വരിക? R/2 അല്ലേ? R/2 വന്നു. അപ്പൊ നമുക്ക് ഇനി കറണ്ട് കണ്ടുപിടിക്കണം. സോ I is equal to V/R. That will be equal to V എത്രയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? 3R ആണ്. R എത്രയാണ്? R/2. So that will be equal to 6 amperes. So option number 1 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു കേസ് സ്റ്റഡി ആണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇവിടെ പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യം എന്താണ് ആ കേസ് സ്റ്റഡി എന്ന് നോക്കാം. Optoelectric devices are those devices in which carriers are generated by photons. Photodiodes and solar cells are typical examples of optoelectric devices. The optoelectric devices എന്താണെന്നുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. Photodiode is a special purpose PN junction diode fabricated with a transparent window to allow light to fall on the diode. Photodiode can be used as a photodetector to detect optical signals. On the other hand, LED or light emitting diode converts electrical energy into light. LEDs find extensive use in remote controls, burglar alarm systems, optical communication, etc. A solar cell is basically a PN junction which generates EMF when solar radiation falls on the PN junction. Solar cells are the power electronic devices used to power electronic devices in the in satellites and space vehicles, and also as a power supply to some calculators. Okay, ഇതിൽ നമുക്ക് ബേസിക്കലി എന്താണ് ഒരു ഒപ്റ്റോ ഇലക്ട്രിക് ഡിവൈസ്, എന്താണ് ഒരു ഫോട്ടോ ഡയോഡ്, എന്താണ് ഒരു LED, എന്താണ് ഒരു സോളാർ സെൽ എന്ന് നമുക്കൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? The semiconductor used for making a red LED is. ഇത് നമുക്ക് ഇതൊരു ലൈക്ക് ജനറൽ നോളജ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓപ്ഷൻ നമ്പർ 1, ഗാലിയം ആർസനിക് ഫോസ്ഫൈഡ് ആണ്. ഓക്കെ, സോ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ സോളാർ സെൽ ജനറേറ്റ്സ് EMF when solar radiation falls on the PN junction. Yes, അത് നമുക്ക് അറിയാം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. The junction area is kept large and external bias is applied. The junction area is kept small and no external bias is applied. Its junction area is kept large and reverse bias is applied, and junction area is kept large and forward bias is applied. ഒരു സോളാർ സെൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ നമ്പർ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോട്ടോ ഡയോഡ്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫോട്ടോ ഡയോഡ്സ് ആർ preferably used in reverse biased because the photodiodes cannot be forward biased. Current in forward bias is known to be very less. Current in reverse bias is known to be more. Fractional change in minority charge carriers dominated. Reverse bias current is more easily measurable. അപ്പോൾ യൂഷ്വലി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കണ്ടീഷൻസ് ആണ് എന്തുകൊണ്ട് നമ്മൾ ഫോട്ടോ ഡയോഡ്സ് റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുന്നതിനുള്ള കുറെ കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ യൂഷ്വലി ഫോട്ടോ ഡയോഡ്സ് റിവേഴ്സ് ബയസ് ചെയ്യാനുള്ള കാരണം ഒന്ന്, ഫോർവേഡ് ബയസ് ചെയ്യുന്ന കറണ്ട് വളരെ ചെറുതാണ്, അപ്പം അത് ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല. രണ്ടാമത്തത് നമുക്ക് റിവേഴ്സ് ബയസ്ഡ് ചെയ്തത് കുറച്ചുകൂടി ഈസിലി മെഷറബിൾ റേഞ്ചിലായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ബയസ്ഡ് ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ 2 ഇസ് ഒബ്വിയസ്ലി കറക്റ്റ്. ഓപ്ഷൻ നമ്പർ 3 ശരിയാവാം, ബട്ട് ഇറ്റ്സ് യൂഷ്വലി കുറച്ച് മില്ലി ആംസിലെ ആംസിന്റെ കണക്കിൽ ആയിരിക്കും നമ്മുടെ ലൈക്ക് കറണ്ട് ഫ്ലോ ചെയ്യുക. സോ ഓപ്ഷൻ 3 ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? IV characteristics of a solar cell is drawn in. IV characteristics of a solar cell is drawn in the 4th quadrant. ലൈക്ക് നമുക്ക് IV characteristics നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റും. സോളാർ സെല്ലിന്റെ 4th ക്വാഡ്രന്റിലാണ് വരയ്ക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിൽ ഇൻ ദ ഫിഗർ V0 is the potential barrier across PN junction when no battery is connected across the junction. Okay, we have 3. നമുക്കൊരു 3 പൊട്ടൻഷ്യൽ ബാരിയർ തന്നിട്ടുണ്ട്. അവിടെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഉത്തരം വരിക? 1 corresponds to forward bias and 3 corresponds to reverse biased. 1 and 3 both are reverse biased. 1 and 3 both are forward biased. 1 corresponds to reverse and 3 corresponds to forward. ഒരു PN ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അത്ര കൂടുതലായിരിക്കില്ല. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ എത്ര ആയിരിക്കും? താഴ്ന്നു നിൽക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ബാരിയർ ഉള്ളത് ഏതിനാണ്? 1-നാണ്. സോ 1 is reverse biased and 3 is forward biased. ഓപ്ഷൻ നമ്പർ 4 ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, സോ നമുക്കൊരു രണ്ട് സെറ്റ് ഓഫ് ഒരു കേസ് സ്റ്റഡിയും ഒരു പാരഗ്രാഫും വായിച്ചിട്ട് നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന്. ഇതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യലാണ് നിങ്ങളെ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നിങ്ങൾ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET. അപ്പം അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അതിന് സഹായകരമായിട്ടുള്ള കോഴ്സസ് Prepwise നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിന്റെ ഫാക്കൽറ്റീസ് ഒക്കെ ഇന്ത്യയിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും നല്ല നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ് അങ്ങനത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന പല രീതിയിലുള്ള പാഠ്യപദ്ധതിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയർ സെഷൻസും മോക്ക് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് എങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾ പുറകോട്ട് പോയാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരാനും ഒരു ഡെഡിക്കേറ്റഡ് മെന്റർ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ CUET 2023 CUET-ന്റെയും 2024 CUET-ന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇതിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് ഇത് ഉപകാരപ്രദമാവും തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് താഴത്ത് കാണാം. അതേ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് സമയത്തുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ CUET പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴ്സസ് ഒക്കെ ചെക്കൗട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്.